ഓക്കെ സോ നമ്മൾ സെക്കൻഡ് മോഡ്യൂള് ലാസ്റ്റ് ഇതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺക്രീറ്റിനെ പറ്റി ഇനി ഒന്നും പറയുന്നില്ല. ദാറ്റ്സ് ഓൾ ഈസ് ഓവർ. ഫ്രഷ് സ്റ്റേറ്റിലെ ഇറ്റ്സ് റിക്വസിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഹാർഡൻ സ്റ്റേറ്റിലെ ഇറ്റ്സ് റിക്വസിറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻ ദ ലോങ് റൺ വാട്ട് പ്രോപ്പർട്ടീസ് ഇറ്റ് ഷുഡ് ഹാവ് അലോങ് വിത്ത് ദ ടെസ്റ്റ് ഇറ്റ് സ്പെസിഫിക്കേഷൻസ് ഓൾ ദ തിങ്സ് യു ഹാവ് ടു നോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് അതിൽ വരുന്നത്. അതിനായിട്ട് അതിൽ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്നാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റ് എന്താണ്, കൺവെൻഷണൽ കോൺക്രീറ്റ് എന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ സംഭവങ്ങൾ HPC അല്ലെ, ഞാനത് അഗെയിൻ വീഡിയോ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് അല്ലെ, ഹൈ വർക്കൊക്കെ വരുമ്പോൾ മൾട്ടി സ്റ്റോറി കൺസ്ട്രക്ഷൻ, ഫ്ലൈ ഓവർ കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ കൺവെൻഷണൽ കോൺക്രീറ്റ് അല്ല, ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഡിസൈൻ മിക്സിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ M60 ഗ്രേഡ് അബവ് 60 Nm² കംപ്രസീവ് സ്ട്രെങ്തിനേക്കാൾ കൂടുതലൊക്കെ വരുന്ന അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ സിലബസിൽ വരുന്നത് സ്പെഷ്യൽ കോൺക്രീറ്റ് എന്നാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. വാട്ട് ഈസ് കോൺക്രീറ്റ്, what is the manufacture of concrete, what are the properties of concrete in its 3 stages, that is fresh, harden and in the long phase, in its service life properties എന്താണ്, what are the associated test അല്ലേ, സ്ലം ടെസ്റ്റ് കാര്യങ്ങൾ അതൊക്കെ അറിയണം. പിന്നെ ഹാർഡൻ്റെ ആകുമ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുന്ന സ്ട്രെങ്ത് ആണ്, കംപ്രസീവ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. കൂടാതെ എന്താണ് അതിൻ്റെ ബിഹേവിയർ ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. സെഗ്രിഗേഷൻ ഉണ്ടാവാൻ പാടില്ല, ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല, ലേറ്റൻസ്, ദ വാട്ടർ ഷുഡ് നോട്ട് ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ദി കോൺക്രീറ്റ് മാട്രിക്സ് സോ ദാറ്റ് ഈസ് ലേറ്റൻസ്. ആ വക കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് സർവീസ്, പിന്നെ അതുപോലെ സർവീസ് അത് ഫ്രഷ് സ്റ്റേറ്റിൽ. ഹാർഡൻ സ്റ്റേറ്റ് ആകുമ്പോൾ അത് നല്ല ഇതായിരിക്കണം വെതറിങ് അങ്ങനത്തെ ഇതൊന്നും പറയാം. മീൻസ് ഇഫ് റെയിൻഫോൾ കംസ് ആൻഡ് ആക്ട് അപ്പോൺ യുവർ കോൺക്രീറ്റ് സർഫസ് ഇറ്റ് ഷുഡ് നോട്ട് ഡിറ്റീറിയറേറ്റ് അല്ലേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതാണ് അതിൻ്റെ സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി പീരീഡിലൊക്കെ വരുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ സംഭവം പറഞ്ഞിട്ടില്ല, നിർമ്മല മിസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലെടുക്കും മിക്സ് ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ശേഷം നിങ്ങൾ തന്നെ ഒരു ക്ലാസ് ആയിട്ട് വെച്ചാൽ മതി. ഡയ മാത്രമല്ലേ ഇതിലുള്ളൂ, ബാക്കി എല്ലാവരും ഇതിലുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. അത് നോർമൽ ക്ലാസ്സിൽ തന്നെ നടത്താം, മിക്സ് ഡിസൈൻ്റെ കാര്യങ്ങൾ. ദെൻ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. HPC ആപ്ലിക്കേഷൻ അല്ലേ. HPC അറിയാം, നിങ്ങൾക്കറിയാം. ഫൈബർ ഇൻഫോഴ്സ് കോൺക്രീറ്റ് എന്താണെന്നുള്ളത് അറിയാം. ഫൈബേഴ്സ് ആഡ് ചെയ്യും. എന്തൊക്കെ ഫൈബേഴ്സ്? ആ ഗ്ലാസ് പൗഡർ ആയിരിക്കാം, കാർബൺ സ്ട്രാൻഡ്സ് ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. M.Tech കുട്ടികളൊക്കെ പ്രൊജക്റ്റൊക്കെ അങ്ങനത്തെയൊക്കെ ചെയ്യുക. മീൻസ് അതെല്ലാം ഞാൻ മീൻസ് അങ്ങനെയല്ല, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഓക്കെ, ഈ കൺവെൻഷണൽ കോൺക്രീറ്റിൽ നിന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്കണോമിക്കലി വയബിൾ ആവാനും ഡ്യൂറബിലിറ്റി ആസ്പെക്ട്സ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിതൊക്കെ ചെയ്യുക കേട്ടോ. ഫൈബർ ഇൻഫോഴ്സ് കോൺക്രീറ്റ്, അതുപോലെ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ്. വൺസ് കോൺക്രീറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പൊസിഷൻ ഇറ്റ് ഹാസ് ടു ബി കോമ്പാക്റ്റഡ് അല്ലേ. കോമ്പാക്റ്റഡ് എന്തിനാണ്? എയർ പോക്കറ്റ്സ് റിമൂവ് ചെയ്യാനും ഡെൻസിഫൈ ചെയ്യാനുമാണ് നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വയം തന്നെ കോമ്പാക്ട് ചെയ്യപ്പെടുന്ന കോൺക്രീറ്റ് ഉണ്ട് അത്രേ. അപ്പോൾ അത് സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് കേട്ടോ. ജിയോ പോളിമർ കോൺക്രീറ്റ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി മെറ്റൽസ് പറഞ്ഞപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹാഫ് വന്നത് മൊഡ്യൂൾ 2ൻ്റെ. സെക്കൻഡ് ഹാഫിലെ മെറ്റൽസ് അല്ലേ. മെറ്റൽസിൽ ടൈപ്സ് ഓഫ് സ്റ്റീൽസ്, അതിൻ്റെ അലുമിനിയം, ഇത് 2 തരം സംഭവങ്ങളാണ് പറയുന്നത്. നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്ന എന്താണ് അശ്വതി, ഇത് കേട്ടല്ലോ അല്ലേ പറഞ്ഞത്? ഒന്ന് റെസ്പോൺസ് പറയാമോ? അശ്വതി അല്ലെങ്കിൽ നന്ദന, ഇതിൽ ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയോ? ഓർ മിന്നു, ആരെങ്കിലും വേഗം ഫാസ്റ്റ് ആവട്ടെ. ഓക്കെ ശരി. അപ്പോൾ മെറ്റൽസ് അല്ലേ. അപ്പം സ്റ്റീലും അലുമിനിയം ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാനിത് വെക്കാൻ കാരണം എനിക്ക് ഓർമ്മ ശരിയാണോന്ന് അറിയില്ല. നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല എന്ന് എൻ്റെ ഒരു മനസ്സിൽ. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ നമുക്കിതൊന്നും കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പറയുമ്പോഴേ സ്റ്റീലാണല്ലോ നമ്മുടെ കൂടുതൽ ആധികാരികമായി പറയേണ്ടത്. അലുമിനിയത്തിനേക്കാളും നമുക്ക് സ്റ്റീൽ, ആസ് സിവിൽ എഞ്ചിനീയർ നമുക്ക് കോൺക്രീറ്റും സ്റ്റീലും ആണ് അവർ വെർസറ്റൈൽ മെറ്റീരിയൽ. സോ സ്റ്റീലിൻ്റെ കാര്യം പറയുമ്പോഴേ 2 തരത്തിൽ സ്റ്റീലിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അത് എനിക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്ലൈഡിൽ വെച്ചത്. സ്ട്രക്ചറൽ സ്റ്റീലും ഉണ്ട്, റീൻഫോഴ്സിങ് സ്റ്റീലും ഉണ്ട് കേട്ടോ. സ്റ്റീലിനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. അപ്പോൾ അതിൽ സ്റ്റീലും അലുമിനിയം നമുക്ക് സിലബസിൽ പഠിക്കണം. സ്റ്റീലിനെ തന്നെ നമുക്ക് 2ആയിട്ട് പറയാം. സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുമ്പോൾ റീൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ അല്ല. റീൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ലേ, നമ്മുടെ സ്ലാബും ബീമും കോളം ഒക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രെയിം വർക്കായിട്ട് യൂസ് ചെയ്യുന്ന റീൻഫോഴ്സിങ് സ്റ്റീലാണത്. എന്നാൽ അതല്ലാത്ത സ്റ്റീലിനെയാണ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയാം. അപ്പോൾ അതെന്താണ്? യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, ടവേഴ്സ്, ഇൻഡസ്ട്രിയൽ ഫ്രെയിംസ് എക്സെട്ര.
അപ്പം ഇങ്ങനത്തെ ഡ്രസ് വർക്കിലും ഫ്രെയിമിലും ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെ കാണും. ഇത് ഉരുണ്ടിരിക്കുന്ന അതല്ലല്ലോ, മീൻസ് ഈ സ്ട്രക്ചറൽ സ്റ്റീലിൽ വരുന്നതാണ് റീബാർ. മനസ്സിലായോ? സ്ട്രക്ചറൽ വർക്കിന് ഏതൊക്കെ സ്റ്റീൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെയാണ് സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുക. അതിൽ ഒരു വിഭാഗം മാത്രമാണ് റീഇൻഫോഴ്സ്മെന്റ് ബീം. ഇവിടെ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, കണ്ട റീബാർ എന്ന് പറയും. അപ്പൊ അതല്ലാതെ ഇതൊക്കെ ഒരു ഫ്ലാറ്റ് ബാറുകൾ നമ്മൾ കാണാറില്ലേ നമ്മുടെ ജനലിന്റെ സ്റ്റീൽ, അതുപോലെ വിൻഡോയുടെ അല്ലെങ്കിൽ ട്രസ്സില്, ബ്രിഡ്ജസില്, വലിയ വലിയ സ്റ്റീൽ ബ്രിഡ്ജസില്, അങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ് ആയിട്ട് ഇത് വരാറില്ലേ? മനസ്സിലായി? അതിനെയാണ് സ്ട്രക്ചറൽ സ്റ്റീൽ. റോൾ സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻസ്. റോൾ സ്റ്റീൽസ് മീൻസ് ഐ സെക്ഷനെയോ എച്ച് സെക്ഷനെയൊക്കെ പറയുന്നതാണ് റോൾ സെക്ഷൻസ് കേട്ടോ. പ്ലേറ്റുകളായിട്ട് ബിൽട്ടപ്പ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇതിനെ കാണാം കേട്ടോ. ഫ്ലാറ്റ് ആയിട്ട് കാണാം, ഇങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ട്രസ്സിലൊക്കെ കാണാം, ഇങ്ങനെ ആംഗിൾസ് ആയിട്ട് കാണാം, റൗണ്ട് ആയിട്ടുള്ള സ്റ്റീല്, ഹെക്സഗൺ, ഇങ്ങനെ പല ചാനൽ സെക്ഷൻ മീൻസ് കണ്ട സി സെക്ഷൻ ആണ് ക്രോസ് സെക്ഷൻ. ഇഫ് യു ആർ കട്ടിങ് അലോങ് ദി ക്രോസ് സെക്ഷൻ ആൻഡ് ഇഫ് യു ആർ ഒപ്റ്റൈനിങ് സി ഷേപ്പ് ആണ് കിട്ടുന്നത് ചാനൽ സെക്ഷൻ എന്ന് വിളിക്കും. ഫ്ലാഞ്ച് നിങ്ങളെ മെക്കാനിക്സ് ഒക്കെ അടിച്ചപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഈ സംഭവങ്ങളുടെയൊക്കെ കണ്ടോ. അപ്പോൾ ഇതൊക്കെ റിയൽ ആപ്ലിക്കേഷൻസ് ഉള്ള മെമ്പേഴ്സ് ആണ്. വെബ്, ഫ്ലാഞ്ച് ബീം, എച്ച് കണ്ടോ, സ്ക്വയർ, പൈപ്പ്, ഇങ്ങനെ ടി ഷേപ്പിലുള്ള ബാറുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സെവറൽ കണ്ടോ. ഇതിൽ കണ്ടോ അത് റിവറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് മെമ്പേഴ്സിന് അവരിങ്ങനെ എന്താണ് റിവറ്റ് കണക്ഷൻ എന്ന് പറയുക, ഇങ്ങനെ മേടി വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ജോയിൻ ചെയ്യേണ്ടതിന്. അപ്പോൾ വെൽഡ് ചെയ്യാം അല്ലെങ്കിൽ റിവറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ സംഭവങ്ങളെയൊക്കെ യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോ. സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന് പറയുന്നത് ലോഡ് എടുക്കാനുള്ളതാണ്, അതിൽ വരുന്നതാണ്. റോൾ സെക്ഷൻസ്, പ്ലേറ്റ്, ബിൽട്ടപ്പ് മെമ്പേഴ്സ്, ഇതൊക്കെ അതിൻ്റെ ഒരു കാറ്റഗറി തന്നെയാണ്. ഇനി അതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു 20 സെൻറ്റിമീറ്റർ ഒക്കെ ആയിരിക്കും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ജനലിൻ്റെ അവിടെ ഇവിടെ അങ്ങനത്തെ ചിലപ്പോൾ കാണാം. ഡ്രസ്സിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാം, കണ്ടിട്ടുണ്ടാവും. ആംഗിൾ സെക്ഷൻ എന്നാണ് ഇതിന് പറയുക, ആംഗിൾ സ്റ്റീൽ സെക്ഷൻ. അപ്പോൾ അത് 20 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ. കണ്ടോ ഈ ഹൈറ്റ്, ഇത് വീതി 20 സെൻറ്റിമീറ്റർ, തിക്നെസ് 3 സെൻറ്റിമീറ്റർ, അങ്ങനെയൊക്കെയാണ് യൂഷ്വലി വരിക. അപ്പോൾ ഇത് നിങ്ങൾ S7 എത്തുമ്പോൾ ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് പഠിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഡിസൈനും കാര്യങ്ങൾ. ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അതിൽ കണ്ടോ ആംഗിൾ സെക്ഷൻ 20/20/3. ഇത് കണ്ടോ നമ്മളിവിടെ ഉള്ളത് 20/20/3 അല്ലേ? അപ്പോൾ അതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വെച്ചു. സത്യം പറഞ്ഞതിൽ എന്താ ആവശ്യം എന്ന് എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും ആരും പ്രിപ്പയർ ചെയ്യണില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ബുദ്ധി അനുസരിച്ച് ചെയ്തിട്ടുള്ള നോട്ട്സാണിത്. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഗ്രൂപ്പിൽ. ഞാൻ നോട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് തംസൊക്കെ ഇപ്പോൾ തന്നത് കണ്ടു നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ. അല്ലാതെ ഇപ്പോൾ ആരും മൊഡ്യൂൾ 3 പ്രിപ്പയർ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം എന്തെങ്കിലും പോർഷൻസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ആരെങ്കിലുമൊക്കെ നോട്ട് തരികയാണെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നോക്കി പഠിക്കാം. മിക്കവാറും നമ്മുടെ നോട്ടിനെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്യാനാണ് വഴി. ഇനി അവർ തിരിച്ചു തരികയാണെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക. അതിൻ്റെ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് നോക്കും ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ഇതില്ല, ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എവിടെ നിന്നും കിട്ടാനും ഇല്ല. മീൻസ് കിട്ടിയാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. NPTEL-ഒക്കെ ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ രീതിയിലുള്ള നോട്ട്സ് വെച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ കണ്ടോ ഇതിൻ്റെ സെൻട്രോയിഡ് കണ്ടോ ഇവിടെ C1. കാർത്തിക ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇത് കാണുന്നുണ്ടോ ഈ ഷേപ്പൊക്കെ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാമോ? എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ് കട്ടായതുകൊണ്ട് ഒരു ഡൗട്ട് വരികയാണ്. ഓക്കെ അല്ലേ? ഇത് കാണുന്നില്ല ആരെങ്കിലും? ആർദ്ര, ഹലോ? ഹലോ, ക്ലാസ് കട്ടായാ? ഹലോ, ഇപ്പൊ കാണുന്നുണ്ടോ? കാർത്തികനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നെറ്റ് കട്ടായി തോന്നുന്നു അല്ലേ? ഹലോ, ഹലോ മിസ്, ഇപ്പോ കാണാനുണ്ട്. നേരത്തെ പറഞ്ഞത് കേട്ടിരുന്നോ? കാർത്തികനെ വിളിച്ചപ്പോ തോന്നുന്നു അല്ലേ? ഇല്ല. അപ്പം ഞാനേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പം ഈ പോർഷൻ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞത്
ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നിങ്ങൾ DS7 ഇതൊക്കെ ഡിസൈൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കുക, ഞാൻ അതിൽ കുറച്ചും കൂടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കൂ. ഇവിടെ കണ്ട് 20 ഇതൊക്കെ പറഞ്ഞതാണ്, 20x20x3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ പലതരം ആംഗിൾസും ഇതൊക്കെയാണ്. ആംഗിൾസിൻ്റെ തന്നെ പല രീതി കണ്ടോ, ഇതൊക്കെ കണ്ടോ, 55 cm/55 cm/4 ഈ രീതിയിലൊക്കെ വരുന്നുണ്ട്. മിനിമം 20x20x3 അങ്ങനെ പല ഷേപ്പിലും പല ഡയമെൻഷൻസ് ഉണ്ടാവാം കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സ്കെയിലാണ് ഈ വെബ് ടു ഫ്ലാഞ്ച് എന്നുള്ളത്. ഈ ഒരു റേഷ്യോ വേണം, എന്നാലേ ഒരു എൽ ഷേപ്പ് വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് അത്രയും ഒരു സ്ട്രക്ചറൽ ക്യാനിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള രീതിയിൽ കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഒരു ഡിസൈനറിൻ്റെ ഇത് വരുന്നുണ്ടാവുക. അപ്പോൾ കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രക്ചറൽ സ്റ്റീൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിൽ തന്നെ പല ഷേപ്പ് ഉണ്ട്. അതിൽ ഒരു സംഭവത്തിനെ പറ്റി മാത്രമാണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ആംഗിൾ സെക്ഷൻസ്. ഓക്കെ, അതുപോലെ പലതുണ്ട്. ഇനി അടുത്തതാണ് റീൻഫോഴ്സിങ് സ്റ്റീൽ. കണ്ടോ, ഈ റീൻഫോഴ്സിങ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താണ്, റീൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യുന്ന സ്റ്റീൽ അല്ലേ. അതായത് കോൺക്രീറ്റ് നമ്മളറിയാം, കോൺക്രീറ്റ് മെമ്പേഴ്സ് ആണ്. കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷൻ ആയതുകൊണ്ട്, സോ ആസ് ടു ഇമ്പാർട്ട് ദി ടെൻഷൻ വി ആർ adding or we are integrating or we are embedding the steel into the concrete matrix അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ലാബിലോ കോളത്തിലോ ബീമിലോ ഫൂട്ടിങ്ങിലോ ഒക്കെ നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുക. അതിനെയാണ് റീൻഫോഴ്സിങ് സ്റ്റീൽ എന്ന് പറയുക. ഇത് പിക്ചർ കാണുന്നില്ല. ഇപ്പോൾ ഓക്കെ ആണോ? ആരെങ്കിലും പറഞ്ഞേ, ഇപ്പോൾ ഓക്കെ ആണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കാണുന്നുണ്ടോ ഇതില്? ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഞാൻ എന്തെങ്കിലും വിട്ടുപോയത് നിങ്ങൾ എന്തായാലും ഇത്രയും പോർഷനാണ് നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ഒന്ന് കണ്ടോളൂ, കാരണം അവിടെ ഇവിടെയൊക്കെ ഇതായിട്ടുണ്ട്.
അപ്പൊ കണ്ടോ ഇത് ഞാൻ ഇങ്ങനെ പോയാൽ പോരെ, മറ്റേ അത് ഇടുമ്പോഴാ തോന്നുന്നു മൊത്തം ഹാങ് ആവണം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ, ഇങ്ങനെ ഇടുമ്പോൾ കാണുന്നില്ലേ, മറ്റേ സ്ലൈഡ് മോഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കൊളാവുന്നത്. ഇതിപ്പോ കാണുന്നില്ലേ എല്ലാവർക്കും? കാണുന്നുള്ളവരെ ഓക്കെ അല്ല, റീഡബിൾ ആണെങ്കിൽ ഒരു യെസ് അവിടെ പറയൂ. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ, സ്ലൈഡ് മോഡ് ഇടണ്ടല്ലോ. കേട്ടാ നിങ്ങൾ ആ ഇത് റൈറ്റ് പൊസിഷനിലുള്ളത് ഓക്കെ അല്ലേ, ശരി. അപ്പോൾ നമ്മൾ ഇതാണ് റീൻഫോഴ്സിങ് സ്റ്റീലാണ്. റീൻഫോഴ്സ്മെന്റ് ബാർ മീൻസ് ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് അല്ലെ. ഇറ്റ് കുഡ് ബി ദ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് എക്സ് ആൻഡ് വൈ ഡയറക്ഷനിൽ നമ്മൾ ലേ ചെയ്യുന്ന റീൻഫോഴ്സ്മെന്റ് ബാറിനെയാണ് റീബാർ എന്ന് വിളിക്കും, റീൻഫോഴ്സ്മെന്റ് സ്റ്റീൽ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ഇതാണ് പറയാനന്ന് വിട്ടുപോയി തോന്നുന്നു. നമ്മുടെ എന്താണ് പ്ലെയിൻ, ഇതിൻ്റെ പലതരം ഉണ്ട് കേട്ടോ. അതായത് റീൻഫോഴ്സ്മെന്റ് ബാർ റീബാർ എന്ന് വിളിക്കും. സ്റ്റീലാണ് അതിന്റെ ടെൻസൈൽ സ്ട്രെസ് ക്യാരി ചെയ്യാന്ന് നിങ്ങൾക്കറിയാം. അത് തന്നെ പലതരത്തിൽ വരുന്ന പ്ലെയിൻ മൈൽഡ് സ്റ്റീൽ ബാർ, പ്ലെയിൻ ആയിട്ടുള്ള അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ പ്ലെയിൻ. അപ്പൊ ഇതിനകത്തൊരു ഗ്രിപ്പിംഗ് ഒക്കെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഉണ്ട് ഇത്ര ചില ആപ്ലിക്കേഷനിലൊക്കെ, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ടുണ്ടാവാം, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടാവാം. മീൻസ് കണ്ടോ, അപ്പൊ അത് പ്ലെയിൻ ആണ്. അത് സ്മോൾ RCC വർക്ക്, സ്ലാബ്, ലിൻഡൽസിലൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ അതിന്റെ ഈൽഡ് സ്ട്രെങ്ത്, സ്റ്റീലിന്റെ നമ്മൾ സ്ട്രെങ്ത് പറയാ ഈൽഡ് സ്ട്രെങ്ത് ആണ് 250 Nm² ഒക്കെയാണ് അല്ലെ. നമ്മൾ കോൺക്രീറ്റിന്റെ പറഞ്ഞു 30 Nm², പക്ഷെ അതാണ് അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്. സ്റ്റീലിന് നല്ല സ്ട്രെച്ചിങ് എബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ 250 FI എന്നാണ് പറയാ. നിങ്ങൾ MT ലാബിൽ എനിക്ക് തോന്നുന്നു FI ഒക്കെ കണ്ടുപിടിക്കും സ്റ്റീലിന്റെ. അത് FI എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നില്ലേ, അതാണ് ഈ സ്റ്റീൽഡ് സ്ട്രെങ്ത് കണ്ടോ. 250 Nm² ഒക്കെ വരും. അതാണ് ഇതിൻ്റെ ഇത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഡീഫോംഡ് ബാർ എന്ന് പറയുമ്പോൾ ഇത് കണ്ട ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ഡീഫോംഡ് ബാർ എന്ന് പറയുക. അപ്പൊ അതെന്ന് പറയുന്നത് Fe415 ഗ്രേഡ്. ഇത് കണ്ടോ, ഇത് ലോ സ്ട്രെങ്ത് ആ. ഇറ്റ്സ് ഈൽഡ് സ്ട്രെങ്ത് ഇസ് വെരി ലോ, 250 ഉള്ളൂ. ഡീഫോംഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇത് വരുന്നത് റിബ്സ് ഓർ ലെഗ്സ് ആണ്, ബെറ്റർ ബോണ്ടിന് വേണ്ടിയിട്ട്. 415 ഗ്രേഡ്, 500 MPa, 550 MPa എന്നുള്ള രീതിയിലൊക്കെ അതുണ്ട്. 600 വരെയൊക്കെ വരാം കേട്ടോ. അപ്പൊ അത് ബീം കോളം സ്ലാബ്സിൽ കണ്ടോ, ഇവിടെ സ്മോൾ RCC വർക്കിലായിരുന്നു. സ്ലാബ് ലിൻഡലൊക്കെ വളരെ ചെറുതല്ലേ, പക്ഷെ കണ്ടോ ബീം കോളം സ്ലാബ്സിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത TMT ബാർസ് നേടിയിട്ടുണ്ടാവും. ഹൈ സ്ട്രെങ്ത് വിത്ത് എക്സലന്റ് ആക്ടിവിറ്റി ആണ്, അതല്ല കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഈ കമ്പികളൊന്നും തുരുമ്പിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് തുരുമ്പൊക്കെ പിടിക്കുമായിരിക്കും. ഇതെത്തുമ്പോൾ എന്താണ് കണ്ട ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്, വെൽഡ് ചെയ്യാനൊക്കെ ഈസിലി വെൽഡബിൾ ആണ്. എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ TMT ബാർസ് യൂസ് ചെയ്യണം. അതുപോലെ ഹൈ റൈസ് ബിൽഡിങ്സിനൊക്കെ കേട്ടോ. ഇനി അടുത്ത് കോൾഡ് ട്വിസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കമ്പികൾ കണ്ടിട്ടില്ലേ. അപ്പൊ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കോൾഡ്, നിങ്ങൾ ഈ സ്റ്റീലിന്റെ റഞ്ചിങ് അങ്ങനെ എന്തൊക്കെയോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് ഇതിനെ കിട്ടുന്നത്. ട്വിസ്റ്റിംഗ് അതൊക്കെ കേട്ടോ, കോൾഡ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റീലിനെ എന്തൊക്കെയോ പ്രോസസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുക. ട്വിസ്റ്റഡ് ആയിരിക്കും, ഹൈ സ്ട്രെങ്ത് ആയിരിക്കും, ബട്ട് ലെസ് ഡക്റ്റൈൽ ദാൻ TMT അത്ര വരുന്നില്ല. ഇനി ഓൾഡ് RCC കൺസ്ട്രക്ഷൻസിലൊക്കെ ഇതാ യൂസ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. ഇത് അത്ര മീൻസ് അതായിരിക്കില്ല, ഇപ്പൊ ഇതായിരിക്കാം, TMT ആയിരിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ മാർക്കറ്റിന്റെ ഒരു സംഭവങ്ങളൊക്കെ അറിയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ഏതൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഞാനൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്ക് ഇപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിന്റെ നമുക്ക് നോളജ് ആണ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങളത് നോക്കുക, എന്താണ് ഏതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ള രീതിയിൽ വെരി ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ പറയില്ലേ, നമ്മുടെ പാത്രങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം എന്താ, അത് തുരുമ്പ് പിടിക്കില്ല. അതുപോലെ തന്നെ കമ്പികളിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ. അപ്പൊ ഈ ഒരു പിക്ചേഴ്സും കാര്യങ്ങളും നോക്കുക. പിന്നെ ഇതാണ് TMTയുടെ അൾട്രാമാക്സ് കമ്പനിയുടെ കണ്ട TMT ബാർസ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഫോട്ടോസ് വെച്ചു എന്ന് മാത്രം. ഓക്കെ. ഇനി ഉള്ളത് ഇത് അല്ലാതെ ഉണ്ട് ഇത്ര പല ബാറുകളും എപ്പോക്സി കോട്ടഡ്, അതായത് റെസിൻസ് കോട്ട് ചെയ്യാണ് നമ്മൾ ഒരിക്കലും തുരുമ്പിടിക്കാതിരിക്കാനായിട്ട്, റെസിസ്റ്റൻസ് കൊറോഷൻ ആക്കാനായിട്ട് യു ആർ കോട്ടിങ് യുവർ റീബാർ വിത്ത് എപ്പോക്സി കോട്ടിങ് കേട്ടോ. അപ്പൊ അതെന്തായിരിക്കും ബ്രിഡ്ജസിലും അതൊക്കെ, അതുപോലെ ഈ സീ ഷോറിലൊക്കെ വരുന്ന സ്ട്രക്ചേഴ്സിന് ക്ലോറൈഡ് അറ്റാക്ക് വരാം. അപ്പൊ അത് അവിടെയൊക്കെ എപ്പോക്സി കോട്ടിങ് കൊടുക്കും. പിന്നെ ഗാൽവനൈസ്ഡ് റിൻഫോഴ്സിംഗ് ബാർ എന്ന് പറയുമ്പോൾ ഗാൽവനൈസേഷൻ ചെയ്യുന്നത് ഇതിനകത്ത് തുരുമ്പിടിക്കാനല്ലേ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ അതൊക്കെ കൊറോഷൻ റെസിസ്റ്റൻസിന് വേണം, അങ്ങനത്തെ ഉണ്ട്. ഫൗണ്ടേഷൻസിലൊക്കെ ആണെങ്കിൽ അത് അല്ലെ മോയ്സ്ചറൊക്കെ എപ്പോഴും വരാം. അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ്, നമ്മുടെ ബേസ്മെന്റ് സ്ട്രക്ചേഴ്സിലൊക്കെ അവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യണം. അവിടെയൊക്കെ കോൺക്രീറ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന റീബാർ എന്തായിരിക്കണം, ഗാൽവനൈസ്ഡ് ആണെങ്കിൽ ആണ് ഡ്യൂറബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി FRP ഫൈബർ റീൻഫോഴ്സ് പോളിമർ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇപ്പോൾ ഇനി പഠിക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല. ഇത് ഓൾറെഡി നമ്മൾ എനിക്ക് തോന്നുന്നു മുന്നേ നോക്കിയിട്ടുണ്ട് അല്ലേ. അതായത് ഫൈബർ, അത് നമ്മൾ അടുത്ത സ്ലൈഡിലായിട്ട് കവർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ്. നമ്മൾ എന്താ പറഞ്ഞേ, സ്റ്റീൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതിൽ കൂടുതൽ വരുന്നത്. മാനുഫാക്ചറിങ് ഒക്കെ നിങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അത് ഒന്നും കൂടി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് സെൽഫ് സ്റ്റഡി ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് സ്റ്റീൽ ഉണ്ടാക്കുക, അയണും കാർബണും ചേർത്തിട്ടല്ലേ സ്റ്റീൽ ഉണ്ടാക്കുക. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസും പ്രോപ്പർട്ടീസും ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ MT ലാബിൽ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം സ്റ്റീലിൻ്റെ ടെസ്റ്റുകളാണ്. മനസ്സിലായോ? MT ലാബിൽ നിങ്ങൾ ചെയ്യുന്ന എന്താ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നല്ലേ. അതിൻ്റെ ടെൻഷൻ ക്യാരിങ് എത്രയാണ്, അതിൻ്റെ FI എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ ഡബിൾ ഷിയർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇമ്പാക്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിവിടെ പ്രോപ്പർട്ടീസും ടെസ്റ്റുമായിട്ട് പറയേണ്ടത് കേട്ടോ. പിന്നെ അലുമിനിയത്തിൻ്റെ സംഭവങ്ങൾ കാണാതെ പഠിക്കുക. അതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതിലെന്താ സ്ലൈഡിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരു യെസ് പറഞ്ഞാൽ നമുക്ക് വേഗം അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തോടെ നമുക്ക് ആ മൊഡ്യൂൾ 3 അവസാനിപ്പിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ് ക്ലിയർ ആയവരൊന്നും യെസ് പറഞ്ഞാൽ ഓക്കെ പറഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് വി ക്യാൻ ഗോ ടു ദി മൊഡ്യൂൾ 3. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ട്രക്ചറൽ സ്റ്റീലും റെയിൻഫോഴ്സ്മെന്റ് സ്റ്റീലും പറഞ്ഞു. അതിൻ്റെ ടൈപ്സ് പഠിക്കണം. ഇതൊക്കെയാണ് ടൈപ്സ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് അതിലത്തെ ലാസ്റ്റ് ആട്ടാ. ഇത് നമ്മൾ കമ്പികൾ തന്നെ റെയിൻഫോഴ്സ്മെന്റ് ബാറുകളുണ്ട്. ആരെങ്കിലും യെസ് പറഞ്ഞാ? മനസ്സിലായവരോ ഒരു യെസ് പറഞ്ഞേ? ഓക്കെ, ആർദ്ര പറഞ്ഞു. വേറെ ആരെങ്കിലും ഒരാളും കൂടി ഒന്ന് പറയൂ. ഓക്കെ, മിന്നു ഇത് കാണുന്നുണ്ട്, സ്ലൈഡ് കാണുന്നുണ്ടാ? ഒന്ന് മൈക്കോൺ ഇത് പറഞ്ഞേ. യെസ്, മിന്നു അല്ലെങ്കിൽ നന്ദന എന്നെ പറഞ്ഞോളൂ. ഇത് കാണുന്നുണ്ടോ സ്ലൈഡ്? ഇതെന്താ ഇവിടെ എഴുതിയിരിക്കണേ? മിസ് കാണാണ്ട്. ആ ശരി. ഈ കമ്പി ഏത് കമ്പിയാ? അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഏതാണ് നമ്മളിപ്പോ പറഞ്ഞ കമ്പിയിൽ ഏതാണ്? TMT എന്ന് എഴുതി കണ്ടാ? കാണുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ കേട്ടാ. അപ്പൊ നമ്മൾ ഈ റീബേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതും കൂടി ഇതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തിയാലാണ് മീൻസ് ഡിസൈൻ. വലിയ ക്ലാസ്സിലല്ല, നിങ്ങളിപ്പോ ചിലപ്പോൾ ഇതിൽ പഠിക്കുന്നുണ്ടാവും അല്ലേ, DSCSൽ പഠിക്കുന്നുണ്ടാവും. ഡയമീറ്റർ ഓഫ് ദി ബാർസ് അറിയണം. അപ്പൊ ഡയമീറ്റർ എപ്പോഴും ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ് വരിക കേട്ടോ. അപ്പൊ സ്മോൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 6 mm ഡയമീറ്റർ വരുന്നുണ്ട്, 8 mm ഡയമീറ്റർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് സ്റ്റിറപ്പിലും ടൈസിലും ഒക്കെ യൂസ് ചെയ്യുക. സ്റ്റിറപ്പ് എന്നൊക്കെ പറയുമ്പോഴേ അത് നിങ്ങൾ പഠിക്കും. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കമ്പികളെ കെട്ട് കമ്പികൾ എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെയാണ്. അല്ല മീൻസ് ഈ ഇവിടെ ചുറ്റിക്കെട്ടുന്ന കണ്ട, ഇതിനെ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇതാണ് സ്റ്റിറപ്സ് എന്ന് പറയാം. മെയിൻ ബാർ അല്ല, ഇങ്ങനെ ഈ 4 കമ്പികളെ ചുറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്പികളാണ് അങ്ങനത്തെ സ്റ്റിറപ്സ്. അപ്പം അതിനൊക്കെ ചെറുതല്ലേ യൂസ് ചെയ്യാം. സ്റ്റിറപ്പ് ടൈ ഒക്കെ ആയിട്ടും അതുപോലെ ലൈറ്റ് സ്ട്രക്ചറൽ എലമെന്റ്സിലൊക്കെ നമ്മൾ ചെറിയ കമ്പികൾ യൂസ് ചെയ്യും. മീഡിയം എന്ന് പറയുമ്പോൾ 10, 12, 16 ആ ഡയമീറ്റർ വരുന്നതാണ് കണ്ടോ ഇവിടെ 10, 12, 16 അതാണ് നമ്മുടെ മീഡിയം ഡയമീറ്റർ ബാർസ്. ലാർജ് ഡയമീറ്റർ ബാർസ് ഇത് ബീംസിലും കോളത്തിലൊക്കെ ഇത് യൂസ് ചെയ്യും. ലാർജ് ഡയമീറ്റർ ബാർസ് വരുമ്പോൾ 20 mm. ഇവിടെ ഒരു ഓഡ് നമ്പർ വരുന്നുണ്ട് കേട്ടോ. 25 mm, 28 mm ആണ്. അത് മെയിൻ റിൻഫോഴ്സ്മെന്റ് ബീംസ് കോളംസിലും ഫുട്ടിങ്സിലും ഹെവി ലോഡ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. ഇതൊക്കെ ഇന്ത്യൻ കോഡ് സ്പെസിഫിക്കേഷൻ പ്രകാരമാണ് നമ്മൾ ഈ ബാർസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനും അതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കാനും പാടുക. മീൻസ് അങ്ങനെ ചെയ്യേണ്ടി വരിക. പിന്നെ ഒരു കമ്പിയുടെ മീൻസ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനെ കർട്ടെയിൽമെന്റ് പ്രോസസ്സ് എന്നൊക്കെയാണ് പറയുക. കട്ട് ചെയ്തെടുക്കില്ലേ, നമുക്ക് എത്രയാണോ നീളം ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഒന്നും കൂടി പറഞ്ഞത്. ഇനി നമ്മുടെ തേർഡ് മൊഡ്യൂൾ വളരെ സിമ്പിളാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ തിയറി തന്നെയാണ്, വേറെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പം ഞാൻ നോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞ പോലെ വേറെ കോളേജുകാർ ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കൂ. ഇതിൽ ആരാത് എനിക്ക് പറഞ്ഞു തരിക? ഹെഡിങ്സ് എന്താണ് വരുന്നത്? ദയ ഇത് കാണുന്നുണ്ടോ സ്ലൈഡ്? ഇതൊന്ന് വായിച്ചേ, എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കണേ? മൈക്കോൺ ചെയ്തിട്ടൊന്ന് പറയൂ. പറഞ്ഞോളൂ. Composites, types of plastics, properties, താങ്ക് യു ദയ. സുഖായിരിക്കണില്ലേ ദയ? manufacturing. മതി എനിക്ക് കിട്ടി. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കോമ്പോസിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കുന്നത്. പിന്നെ അതിന്റെ ഒരു അടുത്ത ഭാഗത്തിൽ നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ
മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞ പോലെ അത് ആരും നോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾക്കും കുറച്ച് സമയം എടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മളത് വിട്ടിരിക്കുകയാണ്. അതെന്താണ്, നമ്മൾ ഈ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിലും മോളിക്യൂൾസിന്റെ ഘടനയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ നമ്മുടെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള കോൺക്രീറ്റിനെ പറ്റിയും സ്റ്റീലിനെ പറ്റിയും അലുമിനിയത്തിനെ പറ്റിയും പഠിച്ചു. പിന്നെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ അതർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ പറ്റി പഠിക്കുകയാണ്. ഈ കോൺക്രീറ്റും സ്റ്റീലും അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ ഇൻ ദ മോഡേൺ എറ. സോ വാട്ട് ആർ ദോസ് എന്നുള്ളതാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് കോമ്പോസിറ്റ് ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ്. കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സമ്മിശ്രമായിട്ട്, അതായത് നമ്മൾ എന്താ പറയുക, ചില ഒറ്റൊരു സാധനമല്ല, അതിൽ തന്നെ പല സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന കോമ്പോസിറ്റ്സ്, അങ്ങനെയുള്ളത് മനസ്സിലായി. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിനിമ തിയേറ്ററിലൊക്കെ എന്താണ് സൗണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽസ്, ഹീറ്റ് കുറയ്ക്കാനുള്ള മെറ്റീരിയൽസ്, ഈ വക കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് പഠിക്കാം. അപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സിനും ഞാനിങ്ങനെ കവർ ചെയ്ത് പോകുന്ന പോലെയാണ് നമ്മുടെ നോട്ടും കാര്യങ്ങളും പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ കോമ്പോസിറ്റ്സ് നോക്കി. ആദ്യം ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക് എന്താണെന്നുള്ളത്. പ്ലാസ്റ്റിക് എന്താണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, മാനുഫാക്ചറിങ് പ്രോസസ്, അഡ്വാൻറ്റേജസ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഫൈബർ ഇൻഫ്യൂസ് പോളിമർ, ഓക്കെ, FRP. പിന്നെ വരുന്നതാണ് സെല്ലുലാർ കോർ. ഇങ്ങനെ ഓരോ ടോപ്പിക് ഓരോ സ്ലൈഡിൽ എത്തുമ്പോഴും ഓരോ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. ആദ്യത്തെ യൂസ് ഓഫ് പ്ലാസ്റ്റിക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, പ്ലാസ്റ്റിക് നമ്മൾ ഡെയിലി യൂസിൽ യൂസ് ചെയ്യുന്ന സാധനമാണെങ്കിലും why you are referring this to our civil engineering applications? Because of its lightweight, corrosion resistance, durability, versatility അല്ലേ. അപ്പോൾ അതന്നെ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്താ പ്ലാസ്റ്റിക് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ചേ. നമ്മൾ പ്ലാസ്റ്റിക് വീട്ടിൽ എന്താ പറയുക കൺസ്ട്രക്ഷനിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പല സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, PVC പൈപ്പ്സ്, അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു വീട്ടിലെ ഏതൊക്കെ എലമെന്റ്സിലാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക എന്നുള്ള പോലെ എടുത്താൽ മതി കേട്ടോ. PVC പൈപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, പ്ലാസ്റ്റിക് ഡോറുകൾ വിൻഡോസ് ഒക്കെ ആയിട്ട്, റൂഫിംഗ് ഷീറ്റ്, ദെൻ ഫ്ലോറിംഗ് മെറ്റീരിയൽസിൽ ഫ്ലോറിംഗ് റൂഫിങ്ങിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് എംബഡ് ചെയ്യുന്നുണ്ട്. തെർമൽ ആൻഡ് അക്കോസ്റ്റിക് ഇൻസുലേഷനിൽ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബീംസിലും കോളത്തിലും ഇതിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഫൈബർ ഇൻഫ്യൂസ്ഡ് പ്ലാസ്റ്റിക് FRP യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിനെയും കൂടി നമ്മൾ കോൺക്രീറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ഇവിടെ പ്രൊജക്റ്റൊക്കെ പിള്ളേർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് ഒന്നും കുറഞ്ഞതായിട്ടല്ല, അത് എന്താ പറയുക, ഒന്നുകിൽ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഫൈബർ ഇൻഫ്യൂസ് പ്ലാസ്റ്റിക്. ദെൻ പ്ലാസ്റ്റിക് ഫോം വർക്ക്. പ്ലാസ്റ്റിക് നമ്മൾ എന്തായിരുന്നു പണ്ടൊക്കെ നമ്മൾ എന്താ മരത്തിൻ്റെ തട്ടായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ, സ്റ്റീലിൻ്റെ ഫ്രെയിം വർക്ക്, ഫോം വർക്ക്. ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ട്. ഇത്ര പ്ലാസ്റ്റിക് മീൻസ് പ്ലാസ്റ്റിക് മാത്രമായിട്ടായിരിക്കില്ല, ചിലപ്പോൾ സ്റ്റീലായിട്ട് അങ്ങനത്തെ രീതിയിലാവാം. അപ്പോൾ ഷട്ടറിങ്ങിലും ഫോം വർക്കിനും തട്ടടിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കറിയാം സ്വിച്ച് പാനലല്ലേ, നമ്മുടെ സ്വിച്ച് അല്ലല്ലോ സാൻഡ്വിച്ച് പാനൽസ്. അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ പറയാം. അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കാര്യമൊക്കെ പറയാം. കാരണം നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് MEP എല്ലാം ചേരുമ്പോഴാണ്, ഇലക്ട്രിക്കും പ്ലംബിങ്ങും എല്ലാം ചേരുമ്പോഴാണ് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഫങ്ഷണാലിറ്റീനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതുപോലെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റോഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ജിയോഗ്രിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൾവേർട്ടിലും ഡ്രെയിനേജ് വെള്ളം ഇങ്ങനെ പോകാനായിട്ട് പൈപ്പ്സ്, പ്ലാസ്റ്റിക് പൈപ്പ്സ് അല്ലേ, റോട്ടിലുള്ള വെള്ളം ക്ലോഗ് ആവാതിരിക്കാനായിട്ട് നമ്മൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ കൊടുക്കും. അപ്പോൾ അവിടെ നമ്മുടെ പ്ലാസ്റ്റിക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ റോഡിൽ നമ്മൾ നോയ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറുണ്ട്, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. ഇത്ര വേസ്റ്റ് പ്ലാസ്റ്റിക് നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം. കാരണം ഇനി ഉള്ള നാളുകളിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര വില്ലനാണ്. അപ്പോൾ നമ്മൾ ഹൗ വി ക്യാൻ ഇമ്പാർട്ട് ദി ഗുഡ് യൂസബിലിറ്റി ടു ദി പ്ലാസ്റ്റിക് സോ ദാറ്റ് അവർ നേച്ചർ വിൽ ബി സസ്റ്റൈനബിൾ, സോ ദാറ്റ് അവർ എർത്ത് വിൽ ബി സസ്റ്റൈനബിൾ എന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കാം. അപ്പോൾ എന്താ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി, അതിൻ്റെ വെർസറ്റൈൽ, പിന്നെ അതുപോലെ അതിൻ്റെ റീയൂസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അതൊക്കെ ആവും. പിന്നെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റും ആണ്, കൊറോഷൻ റെസിസ്റ്റൻറ്റും ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രക്ചറൽ ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ, ലോഡ് എടുക്കാനുള്ള സന്ദർഭങ്ങളിൽ മാത്രമല്ല, നോൺ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസും പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതും കൂടി അവിടെ എഴുതി വെക്കുക കേട്ടോ. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ എവിടെ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതി വെക്കുക. സ്ട്രക്ചറിൽ എവിടെ, ട്രാൻസ്പോർട്ടേഷനിൽ, ജിയോടെക്, സോയിലിൽ നമ്മൾ എന്താ പറയുക, ഈ ജിയോ ടെക്സ്റ്റൈൽസ്, ജിയോ മെംബ്രൻസ് ഉള്ള രീതിയിൽ ഇടാറുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ സോയിലിനെ റീൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറോഷൻ കുറയ്ക്കാനായിട്ട് പ്ലാസ്റ്റിക് സംഭവങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വരുന്നത്. ഇനി
അപ്ലൈസ്. അപ്പം അത്രയാണ് ഇതിൽ വരുന്നത് യൂസ് ഓഫ് പ്ലാസ്റ്റിക് സിവിൽ എഞ്ചിനീയറിംഗ്. പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്സ് പറയുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും അല്ലേ. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ പോളിമറിക് മെറ്റീരിയൽസ് ആണ്. മോണോമേഴ്സ് എന്താ ചെയ്യുന്നത്, പോളിമറൈസ് ചെയ്തിട്ട് വരുന്ന ഒരു ഫോർമാറ്റ് ആണ്. പോളിമർ ആണ് നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഈസ് നാച്ചുറലി പ്ലാസ്റ്റിക് ഈസ് ഇറ്റ് ഈസ് ക്ലിയർലി എ പോളിമർ ഫോംഡ് ബൈ ദി മോണോമറിക് ഇൻറ്റഗ്രേഷൻ ഓഫ് മോണോമറിക് യൂണിറ്റ്സ്. അപ്പം അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ 2 തരം വരുന്നുണ്ട്, തെർമോ പ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അതായത് അത് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകും, സോഫ്റ്റനാവും. എന്നാൽ അത് തണുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സാധാ കാണുന്ന പ്ലാസ്റ്റിക് അല്ലേ, അത് തണുത്ത് കഴിഞ്ഞാൽ അത് ഹാർഡാവും. അങ്ങനെ അതിനെ നമുക്ക് അത് വീണ്ടും ചൂടാക്കിയാൽ വീണ്ടും അത് തന്നെ അങ്ങനെ സൈക്ലിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയും. PVC, നമ്മുടെ സാധാരണ PVC, പോളി എത്തിലീനൊക്കെ അതിൽ വരുന്നതാണ്. തെർമോസെറ്റിക് എന്ന് പറയുമ്പോൾ ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ ചൂടാക്കിയാൽ അതിനെ തിരിച്ചത് വരാൻ പറ്റില്ല. അങ്ങനത്തേനെയാണ് നമ്മൾ തെർമോസെറ്റിംഗ് പറയുന്നത്. വൺസ് ഹാർഡൻ കനോട്ട് ബി റീഷേപ്പ് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോക്സി, പോളിസ്റ്റർ, ഫിനോളിക് റെസിൻസ് ഒക്കെ അതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പം അതിന് ഹൈ സ്ട്രെങ്ത്തും തെർമൽ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അത് ബേക്കിലേറ്റും അതൊക്കെ ഇതിൽ വരുന്നത് തോന്നുന്നു തെർമോസെറ്റിക്. ഇനി വാട്ടെവർ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോപ്പർട്ടീസ് ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ ഇൻസുലേഷൻ ഇമ്പാർട്ട് ചെയ്യും, മോൾഡ് ചെയ്യാൻ പറ്റും, ലോ മെയിൻ്റനൻസ് ഒക്കെ മതി. ഇനി ഇത് നിങ്ങളൊന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതിയാൽ നല്ലതായിരിക്കും. ആരാ അതെനിക്കൊന്ന് വായിച്ചു തരിക? സാനിയ കയറിയിട്ടുണ്ടാ? സാനിയ ഉണ്ടോ ഇവിടെ? ശരണ്യ, ആരെങ്കിലും? ഇതെന്താന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? മാനുഫാക്ചറിങ് പ്രോസസ്സിലെ വായിച്ചോ. മാനുഫാക്ചറിങ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ എന്താന്ന് വായിച്ചാൽ മതി. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇഞ്ചക്ഷൻ മോൾഡിംഗ്, കംപ്രഷൻ മോൾഡിംഗ്, എക്സ്ട്രൂഷൻ, ബ്ലോ മോൾഡിംഗ്. ഓക്കെ, മതി ആണെന്നുണ്ടോന്നും കൂടി വെരിഫൈ ചെയ്താൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതിയാൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. നിങ്ങൾ സെൽഫ് സ്റ്റഡീൻ്റെ രീതിയിൽ പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത്രേ ഉള്ളൂ. തെർമോ പ്ലാസ്റ്റിക് ആയിട്ടും തെർമോസെറ്റിംഗ് ആയിട്ടും നമുക്ക് വരാമല്ലോ. അപ്പോൾ ഇഞ്ചക്ഷൻ മോൾഡിങ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതുക. ഓക്കെ. ഇനി അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി പറയണ്ടല്ലോ. ലോങ് സർവീസ് ലൈഫാണ്, എൻവിറോൺമെൻറ്റൽ, അത് ഭയങ്കര, അത് ഒരിക്കലും മണ്ണിൽ ലയിക്കില്ല, വെള്ളത്തിലും ലയിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ അത് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബാഡ് ആണെങ്കിൽ അതിനെ ഗുഡ് ആക്കി മാറ്റുന്ന രീതിയിൽ നമ്മൾ എന്താ, യു ഹാവ് ടു ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ പ്ലാസ്റ്റിക് സോ ദാറ്റ് യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ടു അവർ ബിൽഡിംഗ് യൂണിറ്റ് അല്ലേ. അതുപോലെ കൺസ്ട്രക്ഷൻ ഒക്കെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാനോ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അതൊക്കെ. ലിമിറ്റേഷൻസ് പറയുമ്പോൾ എന്താണ്, സ്റ്റീലും കോൺക്രീറ്റും വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റീൽ വെച്ചിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മളൊരു ബീം ഉണ്ടാക്കും. അതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് വെച്ച് ബീമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം എന്താണ് അതിൻ്റെ സ്ട്രക്ചറൽ അത്ര ഒരു സ്ട്രക്ചറൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇല്ല. ഒറ്റയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ അതൊന്നും വരുന്നില്ല. ലോ സ്റ്റിഫ്നെസ് ആണ്, സ്ട്രെങ്ത് ആണ്. ദെൻ എന്താണ്, UV റേഡിയേഷൻ, ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എന്താണ്, അത് മെൽറ്റ് ആവും. നമ്മൾ തെർമോ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, സസെപ്റ്റിബിലിറ്റി. അതുപോലെ അതിൻ്റെ ഫയർ റെസിസ്റ്റൻസ്, തീപിടുത്തം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരിക. ഓക്കെ. പക്ഷേ നമ്മൾ ഇൻ ദ ലോങ് റൺ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺക്രീറ്റിലും അതുപോലെ നമ്മുടെ ഇവിടെ ഏത് സിനാരിയോയിലും ബയോ ബേസ്ഡ് പോളിമേഴ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ കോൺക്രീറ്റിനെ നമ്മൾ എന്താണ്, കോൺക്രീറ്റ് എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പം അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് നമ്മളതിനെ നല്ല രീതിയിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി പ്ലാസ്റ്റിക് എവിടെ, വാട്ടർ ടാങ്ക്സ്, സീലൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജിയോടെക്കിൽ അവിടെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതൊക്കെ പറയാം. പൈപ്പ്, ഷട്ടേഴ്സ്, സീലിംഗ് പാനൽസ്, ചെയർ ടേബിൾ സീലൻസ്, വാട്ടർ ടാങ്കിൽ, ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് അല്ലേ. നമ്മുടെ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സിലൊക്കെ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. ഫ്ലോറിങ്ങിൽ, റൂഫിങ്ങിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യും. അപ്പോൾ ഇതോടെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ പറ്റിയുള്ള പരിപാടി നിർത്തുകയാണ് കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്. അപ്പോൾ ഇത്ര തന്നെ വരുന്നുള്ളൂ. അടുത്തത് വരുന്ന FRP എന്ന് പറയുന്ന ഫൈബർ ഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്. ഓക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് FRP is a കോമ്പോസിറ്റ് എന്ന് പറയുമ്പോൾ FRP ഫൈബർ ഇൻഫോഴ്സ് പോളിമർ കോൺക്രീറ്റ് എന്ന് എഴുതായിരുന്നു. ഞാനത് എഴുതാൻ വിട്ടുപോയി, മീൻസ് അത് കറക്റ്റ് ചെയ്യാം. ഫൈബർ ഇൻഫോഴ്സ് പോളിമർ കോൺക്രീറ്റ്, അതായത് നമ്മൾ കോൺക്രീറ്റിലേക്ക്, ഇത് ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 1 പറഞ്ഞിട്ട് തോന്നുന്നു, സ്പെഷ്യൽ കോൺക്രീറ്റ് പറഞ്ഞപ്പോൾ. ഇതിൽ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റിലേക്ക് നമ്മൾ സ്റ്റീൽ ഫൈബേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. PCC അല്ലേ, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് എന്ന് വിചാരിച്ചോളോ. അപ്പോൾ അതിനത്ര സ്ട്രെങ്ത് ഇല്ലല്ലോ, അതിനത്ര എന്താ പറയുക, ടെൻഷൻ ഒട്ടും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുഞ്ഞ സ്റ്റീൽ ബാൻഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ
എന്ത് പറയാം, സ്റ്റീൽ ഫൈബർ ഇൻഫ്യൂസ് കോൺക്രീറ്റ് എന്ന് പറയും. ഇതുപോലെ ഗ്ലാസിനെ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഗ്രാന്യൂൾസ് ആക്കിയിട്ട് ഇഫ് യു ആർ ആഡിങ് ടു ദി കോൺക്രീറ്റ്, അപ്പോൾ അതിന് നമ്മൾ ഗ്ലാസ് ഫൈബർ ഇൻഫ്യൂസ് എന്ന് പറയും. പോളിപ്രോപ്പിലിൻ, അതുപോലെ പോളിസ്റ്ററിന്റെ ഫൈബേഴ്സ് ഷ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇടാം. കാർബൺ ഫൈബേഴ്സ്, കാർബണിന്റെ വേറെ സംഭവം ഉണ്ട് ഇവിടെ കണ്ടോ, ഇത് കാർബൺ ഷീറ്റ്സ് കണ്ടോ ഇവിടെ. കാർബൺ വേണമെങ്കിൽ നമ്മൾ ഗ്രാഫൈറ്റിന്റെ രീതിയിൽ, പെൻസിലിന്റെ ഉള്ളിലല്ലേ ഗ്രാഫൈറ്റ്, അതിന്റെ രീതിയിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷീറ്റുകളാക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് കണ്ട ഈ കറുത്ത സാധനങ്ങളൊക്കെ ഇതാണ്. അപ്പൊ അതിനൊരു എക്സ്ട്രാ ഒരു സ്ട്രെങ്ത് വരികയാണ്. ഒരു ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു കോൺക്രീറ്റ് ക്യൂബ് ഇതാണ് കാണിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് മെമ്പറിനെയാണ് കാണിച്ചിരിക്കുന്നത് അവിടെ കണ്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ അതിന്റെ സൈഡിൽ ഇതിങ്ങനെ കാർബണിന്റെ ഒരു കാർബൺ ഫൈബർ ഇൻഫ്യൂസ് പോളിമറിന്റെ സ്ട്രിപ്സ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല സ്ട്രെങ്ത്തും സംഭവങ്ങളും എല്ലാം, സ്ട്രെങ്ത്തും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പ്രൂവ് ആവും. അതുപോലെ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ കാർബൺ ഫൈബർ. പിന്നെ അരമിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ബസാൾട്ട്, പിന്നെ നമ്മളിവിടെ എഴുതിയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതിക്കോളും. പോളിസ്റ്റർ ഫൈബർ, പോളിപ്രോപ്പിലിൻ ഫൈബർ, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യണേ, ദീസ് ഫൈബേഴ്സ് ആർ ഇന്റഗ്രേറ്റഡ് ടു അവർ പോളിമർ മെട്രിക്സ് അല്ലെ. കോൺക്രീറ്റ് ആവാം, ചിലപ്പോൾ കോൺക്രീറ്റിൽ ആവണമെന്നില്ല, മോർട്ടാറിൽ നമ്മൾ ഇടാറുണ്ട് കേട്ടോ. മോർട്ടാർ എന്ന് പറയുമ്പോൾ എന്താ, സിമെന്റും വാട്ടറും ഉള്ള മിക്സിനെയാണ് മോർട്ടാർ എന്ന് പറയുക. അതിലേക്ക് ഇട്ട് കൊടുക്കാം, വാട്ട് എവർ യുവർ മെട്രിക്സ്, അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. മണ്ണും ഒരു ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ മണ്ണിന്റെ മെട്രിക്സ് ഉണ്ടാവില്ലേ, മണ്ണിൽ പേയ്മെന്റ് അൺപേവ്ഡ് ആയിട്ടുള്ള റോഡ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഒന്നും ഇല്ല, പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ, യൂഷ്വലി നമ്മൾ കോൺക്രീറ്റിലാണ് ഇത് ചെയ്യാറ്. റിസർച്ച് വർക്കിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ സ്ട്രെങ്തൻ ആവും, റിപ്പയർ വർക്കിൽ ചെയ്യാറുണ്ട്, സ്ട്രെങ്തൻ വർക്കിൽ ചെയ്യാറുണ്ട്, ന്യൂ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ നമ്മൾ ഈ സംഭവങ്ങൾ FRP എലമെന്റ്സ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ലോ കോസ്റ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. ഇനി അപ്പൊ അത് കണ്ടോ, ബ്രിഡ്ജസിലും മെറൈൻ സ്ട്രക്ചേഴ്സിലും റീബാർസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. തെർമൽ സ്റ്റെബിലിറ്റി, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ലോ കോസ്റ്റ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, ഹൈ സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഈ സാധനത്തിന് അത്ര വെയിറ്റ് ഇല്ലല്ലോ, അപ്പൊ ഈ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വേറെ ഒരു റീബാർ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ. റീബാർ എന്ന് പറയുമ്പോൾ നല്ല കനമുള്ള 8 mm കമ്പികൾ ഇടുന്നതിനേക്കാളും നല്ലത് ഇത്. അപ്പൊ ലൈറ്റ് വെയിറ്റ് ആയി, അപ്പൊ ക്യാരി ചെയ്യാനൊക്കെ നമുക്ക് നല്ലതാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഡ്യൂറബിലിറ്റി ഉണ്ട്, പിന്നെ എന്താ കുഴപ്പം, ഡ്യൂറബിലിറ്റി ഉണ്ട്, അതിന്റെ ലൈറ്റ് വെയിറ്റും ആണ്, അപ്പൊ നല്ലതാണ്. അപ്പൊ കണ്ടോ, അപ്പൊ അങ്ങനെയാണ് അതിന്റെ സംഭവം. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ ഹൈ ആണ്, സ്ട്രെങ്ത് കൂടുതലാണ്. അതായത് വെയിറ്റിനനുസരിച്ച് ഇത്ര വെയിറ്റ് ഉള്ള സംഭവമാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് അർത്ഥം. കൊറോഷൻ റെസിസ്റ്റൻസ് നല്ലതാണ്, ലൈറ്റ് വെയിറ്റ്, നോൺ മാഗ്നറ്റിക്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് അത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്ലിക്കേഷൻസ് പറയുമ്പോൾ ഇത് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യല്ലോ. ഫൈബർ ഇൻഫ്യൂസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ബീംസിൽ, കോളംസിൽ, സ്ലാബ്സിൽ, അതുപോലെ എർത്ത് ക്വേക്ക് റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സിന്റെ റിട്രോഫിറ്റ് എന്ന് പറയുമ്പോൾ റിപ്പയർ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സീസ്മിക് റീഹാബിലിറ്റേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളിത് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയണത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ അത്രയാണ് നമ്മൾ ഇതിനെ പറ്റി പഠിക്കുന്നത്. എന്താണ് സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു, പ്ലാസ്റ്റിക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക് ആയിട്ടുള്ള ഫൈബർ ഇൻഫ്യൂസ് പോളിമർ കോൺക്രീറ്റ് കഴിഞ്ഞു. അടുത്തത് ഇതൊന്നും വായിച്ച ആരെങ്കിലും, മിന്നു ഉണ്ട് അവിടെ, മിന്നു അരീന, ഇതൊന്ന് വായിക്കോ, ഹെഡിങ് ഒന്ന് വായിച്ചോളൂ. അരീന ഉണ്ട് അവിടെ. ആർദ്ര, ഇതൊന്ന് വായിച്ചോളോ. ഹലോ, കാണുന്നില്ലേ? അതെ 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 അതെ, ഓക്കെ, കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ട്. സെല്ലുലാർ കോർ തന്നെ. അപ്പൊ സെല്ലുലാർ കോർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുക. അതൊന്നുമില്ല, നമ്മൾ കണ്ട ഈ സാധനത്തിനെയാണ് സെല്ലുലാർ കോർ എന്ന് പറയുക. അതായത് 2 ഫൈബർ ഇൻഫോസ് പോളിമർ, അതായത് ഈ ഫൈബർ ഇൻഫോസ് പോളിമർ എന്ന് പറയുന്നത് നമ്മൾ അത് കോൺക്രീറ്റിലേക്ക് ഇട്ടു എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞേ, ഫൈബർ ഇൻഫോസ് പോളിമർ എന്ന് പറയുമ്പോൾ നമ്മൾ
കാർബണിൻ്റെ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, മറ്റേ ഗ്ലാസിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കോൺക്രീറ്റിലേക്ക് ഇടുമ്പോഴാണ് അതിനെ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ കോൺക്രീറ്റ് എന്ന് പറയുക. ഇനി അത് വെറുതെ അത് കാർബണിൻ്റെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു ഷീറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് പറയും, ഫൈബർ ഇൻഫോഴ്സ് പോളിമർ എന്ന് മാത്രമായിട്ട് പറയും കേട്ടോ. മനസ്സിലായോ? അപ്പം കണ്ടോ, ഇവിടെ ഫൈബർ ഇൻഫോഴ്സ് പോളിമറിൻ്റെ ഇടയിൽ നമ്മളൊരു സംഭവം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് സെല്ലുലാർ കോർ. അതായത് സെല്ലുലാർ കോർ ആർ ദി ലൈറ്റ് വെയ്റ്റ് ഇന്റേണൽ കോർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ സാൻഡ്വിച്ച് പാനൽസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു സ്ട്രോങ് ഫേസ് ഷീറ്റ്സ് സച്ച് ആസ് FRP, സ്റ്റീൽ ഓർ അലുമിനിയം. ഓക്കെ, അപ്പോൾ ഈ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ ഷീറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഷീറ്റ് ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മേ ബി അവർ സിലബസിൽ ഉദ്ദേശിച്ചത് ഫൈബർ ഇൻഫോഴ്സ്ഡ് പോളിമർ മാത്രമായിരിക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ സ്റ്റീലിലേക്ക് ഇത് ഞാൻ ആഡ് ചെയ്തതാണ് ഈ ഫോട്ടോസ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഈ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നു കോൺക്രീറ്റിൽ എന്നുള്ള സ്പെഷ്യൽ കോൺക്രീറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? എനിക്കത് പറഞ്ഞപ്പോഴാണ്, നിങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അത് ഒരു വ്യക്തത വന്നത്. അപ്പോൾ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കോൺക്രീറ്റ് എന്നുള്ളത് നമ്മൾ പറയണം എന്നില്ല, കാരണം കോൺക്രീറ്റ് ഫൈബർ ഈ സംഭവങ്ങൾ യൂസ് ചെയ്ത് ഈ സംഭവങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ മെറ്റീരിയൽസിനെ പറ്റിയല്ലേ പറയണേ. പ്ലാസ്റ്റിക് എന്നുള്ള മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു, പിന്നെ പറയുന്നത് ഫൈബർ ഇൻഫ്യൂസ് പോളിമർ ആണ്, അതായത് ഗ്ലാസ് ഫൈബർ. അത് മാത്രം മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. അത് കോൺക്രീറ്റിൽ കിട്ടും എന്നുള്ളത് നിങ്ങളന്ന് മറന്നോളൂ. അത് ഇടും, അത് നമ്മൾ സ്പെഷ്യൽ കോൺക്രീറ്റ് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തു. ഇപ്പം ജസ്റ്റ് അതാ പ്ലേറ്റ്, ഗ്ലാസ് ഫൈബറിൻ്റെ പ്ലേറ്റ്, കാർബൺ ഫൈബർ പ്ലേറ്റ്, അരമിഡ് ഫൈബർ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായോ? ഇങ്ങനത്തെ ലാമിനാസ് ആയിട്ട് നമ്മൾ CRP സ്ട്രിപ്സ് ഉണ്ടാക്കും. അത് കോൺക്രീറ്റിൽ ഇടാം, വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ കോൺക്രീറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായോ? അപ്പോൾ ഈ വസ്തുവിനെ മാത്രമാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് കേട്ടോ, ഫൈബർ ഇൻഫോഴ്സ് പോളിമർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ അങ്ങോട്ട് മറന്നോളൂ. ആ ഒരു കോൺക്രീറ്റിലേക്ക് ഇടും, പക്ഷെ അത് നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മൾ ഫൈബർ ഇൻഫോഴ്സ് പോളിമർ എന്ന് പറയുന്ന വസ്തുവിനെ പറ്റി മാത്രമാണ് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന എലമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് പ്ലാസ്റ്റിക് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന അതർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ദാറ്റ് ഈസ് FRP. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ട് FRP ഷീറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു ഇത് കണ്ടോ, എന്തെങ്കിലും ഒരു സാധനം, ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇന്റേണൽ കോർ മെറ്റീരിയൽ സച്ച് ആസ് യൂസ്ഡ് ഇൻ സാൻഡ്വിച്ച് പാനൽസ് പ്ലേസ് ബിറ്റ്വീൻ സ്ട്രോങ് രണ്ട് FRP ഷീറ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ രണ്ട് സ്റ്റീലിൻ്റെ ഇടയിലോ രണ്ട് അലുമിനിയം ഷീറ്റിൻ്റെ ഇടയിലോ നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട്. അതെന്ന് പറയുന്നത്, അത് എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. നമ്മൾ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ ഉള്ളിൽ ഒരു സാധനം കണ്ടിട്ടില്ലേ, ഒരു കോറുഗേറ്റഡ് ഈ ഒരു ഷേപ്പിൽ രണ്ട് നമ്മുടെ എന്താ പറയുക കാർഡ്ബോർഡിൻ്റെ, നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ഒരു കാർഡ്ബോർഡില്ലേ, അതൊന്ന് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാറില്ലേ, അതിനെയൊക്കെയാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? സെല്ലുലാർ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് എന്തിനാണ് അത് അതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ സെൽഫ് വെയിറ്റ് കുറയും അല്ലേ. അതൊരു ഹോളോ ആയിട്ടുള്ള ഒരു സാധനമല്ലേ. നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ കാണില്ലേ, അത് രണ്ട് പേപ്പറിൻ്റെ ഇടയിലല്ലേ അത് വെച്ചിട്ടുണ്ടാവുക. രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും, അതിൻ്റെ ഇടയിലായിരിക്കും ഈ സംഭവം ഉണ്ടാവുക കേട്ടോ. അതേപോലെ തന്നെ അത് നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ വെക്കാം, സ്റ്റീലിൻ്റെ ഇടയിൽ വെക്കാം, നമ്മുടെ FRP ഷീറ്റ്സിൻ്റെ ഏത് FRP ആണെങ്കിലും അതിൻ്റെ ഇടയിൽ വെക്കാം, സ്റ്റീൽ അലുമിനിയം പ്ലേറ്റ്സിൻ്റെ ഇടയിൽ വെക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തും സ്റ്റിഫ്നെസ് ഇമ്പ്രൂവ് ആവും, സെൽഫ് വെയിറ്റ് കുറയും. എപ്പോഴും സെൽഫ് വെയിറ്റ് കുറയാണ് വേണ്ടത്. പിന്നെ ബെൻഡിങ് സ്റ്റിഫ്നെസ് ഒക്കെ കൂടും. തെർമൽ ആൻഡ് അക്കൗസ്റ്റിക് അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അത് അവർ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ വരുമ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാനാണ് അവരത് ഉണ്ടാവുക. അക്കൗസ്റ്റിക് ഇൻസുലേഷൻ സൗണ്ട് അത് ഇങ്ങനെ ഇതാവുന്നു, അതുപോലെ അത് ഒരു കുഷൻ ഇഫക്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനും തെർമൽ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഈ സംഭവങ്ങൾ നമ്മൾ ഈ ആക്ച്വലി സെല്ലുലാർ കോർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എനർജി അബ്സോർപ്ഷൻ, ഇമ്പാക്ട് റെസിസ്റ്റൻസ് ഒക്കെ തടയാൻ ഈ സാധനം സഹായിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, സെല്ലുലാർ കോർ. ഇനി അതിൽ തന്നെ ഞാൻ ഇതിൽ ChatGPT നോക്കിയപ്പോൾ പല ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹണി കോംബ് പോലത്തെ കണ്ടോ, തേനീച്ചക്കൂട് പോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു പേര് നോട്ട് ചെയ്തോ. ഹണി കോംബ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്, അത് കണ്ടോ. അത് മെറ്റീരിയൽ അലുമിനിയം, അത് പലത് മീൻസ് ഇത് പേപ്പറിൻ്റെ ആണ് നമ്മൾ പറഞ്ഞ കാർഡ്ബോർഡിൻ്റെ. അപ്പം അതിൻ്റെ പകരം എന്താവാം, അലുമിനിയത്തിൻ്റെ FRP പേപ്പർ കണ്ടോ, പേപ്പർ ശരിയാണ് നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. ക്ലിയർ? അപ്പം അത് എല്ലാത്തിലും ആപ്ലിക്കേഷൻസ് ഫ്ലോർ പാനൽസ് ആയിട്ടും ഈ കോഴ്സ് വേർ യു ക്യാൻ സീ ദിസ് സെല്ലുലാർ കോഴ്സ്, അത് എന്ന് പറയുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് ബിൽഡിംഗ് പാനൽസിൽ കാണാം, ഫ്ലോറിൻ്റെ പാനലിൽ കാണാം. മനസ്സിലായോ? രണ്ട് പാനൽ മാത്രം ഒട്ടിയിരിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അങ്ങനെ എല്ലാ കുറേ പാനൽസ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഇത് കൂടും, വെയിറ്റ് കൂടും. അപ്പോൾ നമുക്ക് ആ വോളിയം എന്ന ഇത്ര വേണമെന്ന് പറയുന്നുണ്ടോ അല്ലേ. 3 എണ്ണം ചേർത്ത് വെച്ചാൽ കിട്ടുന്ന വോളിയം നമുക്ക് 2 പാനൽസ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ആ സെയിം വോളിയം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം.
അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഹണി കോംബ് കോഴ്സ് ഉണ്ട്, ഫോം കോഴ്സ് കണ്ടോ, പ്രോപ്പർട്ടീസ് നമുക്ക് പേര് പഠിച്ചു വെക്കുക കേട്ടോ. ബാൾസ വുഡ് കോഴ്സ്, പിന്നെ അത് ഡക്സിലും ടർബൈൻസിലും വിൻഡ് ടർബൈൻസിലൊക്കെ അത്ര അത് യൂസ് ചെയ്യുക, അതിൻ്റെ ബ്ലേഡ്സിലൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തത് കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു പിക്ചറൊക്കെ വരച്ചാൽ നല്ലതായിരിക്കും. ഹണി കോംബ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി അടുത്ത ടോപ്പിക് വരുന്ന ജിയോ സിന്തറ്റിക് പോളിമർ ആണ്. ജിയോ സിന്തറ്റിക് പോളിമർ അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? പ്ലാസ്റ്റിക് പഠിച്ചു, FRP ഷീറ്റ് എന്താന്ന് പഠിച്ചു, രണ്ട് FRP ഷീറ്റിന്റെ ഇടയിൽ വെക്കുന്ന സെല്ലുലാർ കോറിനെ പറ്റി പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സിലബസിൽ വരുന്ന ജിയോ സിന്തറ്റിക് പോളിമർ ആണ്. എന്താണ് ജിയോ സിന്തറ്റിക് പോളിമർ? ജിയോ സിന്തറ്റിക്, ജിയോ എന്നുള്ള വാക്ക് സോയിലായിട്ട് അല്ലെങ്കിൽ റോക്കായിട്ട് എർത്തായിട്ട് ബന്ധപ്പെടുത്തുന്ന, എർത്തായിട്ട് ബന്ധം വരുന്ന ഇപ്പോൾ ഒരു മണ്ണിലിടാവുന്ന ഒരു വസ്തു, ആ രീതിയിലാണ് ഈ സംഭവത്തിൻ്റെത്. ഓക്കെ, മണ്ണോ റോക്കോ എർത്തോ ആയിട്ട് അസോസിയേഷൻ വരുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ലേ ചെയ്യുന്ന വസ്തുവിനെയാണ് ജിയോ സിന്തറ്റിക് എന്ന് പറയുക. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അറിയാം, റോഡ്, റെയിൽവേ, എംബാക്ക്മെന്റ്സിലായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ എന്ന് പറയുമ്പോൾ കുന്നിൻ ചെരുവിന്റെ അവിടെ മണ്ണ് യു ക്യാൻ സി, എന്താ പറയുക, ജെന്റൽ സ്ലോപ്പിൽ മണ്ണ് ഉണ്ടാവും അല്ലെ, ആ മണ്ണ് ഒലിച്ച് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ റീറ്റെയിനിങ് വാൾസിന്റെ സംഭവങ്ങൾ കൊടുക്കും, വാള് കൊടുക്കും. അപ്പോൾ അവിടെയൊക്കെ റീറ്റെയിനിങ് വാൾ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പറയുന്ന ജിയോ സിന്തറ്റിക്കിന്റെ ലൈനർ കൊടുക്കേണ്ടി വരും കേട്ടോ. ലാൻഡ് ഫില്ലിലൊക്കെ കൊടുക്കേണ്ടി വരും. സ്ലോപ്പ് സ്റ്റെബിലൈസേഷനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ജിയോ സിന്തറ്റിക് പോളിമർ. അത് തന്നെ പലതരത്തിലുണ്ട്. ജിയോ സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്നത് പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അത് എന്താണ് കണ്ട, ഇത് പഠിക്കണം. അതിൽ തന്നെ പലതരം ജിയോ സിന്തറ്റിക്സ് ഉണ്ട്, ഇത് എന്തായാലും പഠിക്കണം. ജിയോ ടെക്സ്റ്റൈൽസ്, ഇവിടെ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇത് വേറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ, ഇത് കണ്ടില്ലേ? കണ്ടവരൊരു യെസ് അവിടെ അടിച്ചേ, ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഈ ഫോട്ടോ കണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പോൾ കണ്ടു എന്ന് വിചാരിക്കണം, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ട, ഇങ്ങനെ ഇതിനെയാണ് ജിയോ ടെക്സ്റ്റൈൽ, ഒരു ചാക്ക് പോലൊരു സാധനം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ ചാക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഈ മണ്ണ് ഇവിടെ ഒലിച്ചു പോയില്ലല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു കോട്ടൺ, നമ്മൾ എന്താ പറയുക, ജൂട്ടിൻ്റെയും ചണത്തിൻ്റെ അതുപോലെ നമ്മുടെ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പണ്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള ജിയോ ടെക്സ്റ്റൈൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഈ പോളിമറിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ജിയോ ടെക്സ്റ്റൈൽസിൽ നിന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ ഇവിടെ ജിയോ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇത്ര ചെറുതല്ല, ഇത് അതിൻ്റെ ഒരു പീസ് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ അവർ കട്ട് ചെയ്ത് കാണിച്ചിരിക്കാം. കണ്ടോ, ഇത് കണ്ടോ, ഇത് ചാക്കിൻ്റെ പോലത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടെ സ്ലോപ്പ് സ്റ്റെബിലിറ്റി ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് ഒലിച്ചു പോവില്ല, മണ്ണിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും. ഓക്കെ, ഇത് എന്ന് പറയുന്ന പല തരത്തിലുള്ള ജിയോ സിന്തറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ് ഇൻ കോണ്ടാക്ട് സോയിൽ വരുമ്പോഴാണ് നമ്മൾ അതിന് ജിയോ സിന്തറ്റിക്സ് എന്ന് പറയുക, സോയിൽ റോക്ക് ഒക്കെ ആയിട്ട്. അപ്പോൾ അതന്നെ 5 തരത്തിലുള്ള ജിയോ സിന്തറ്റിക്സ് ഉണ്ട്. ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്, ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് ഇതാണ് കേട്ടോ. ജിയോ ടെക്സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ, ഫിൽട്രേഷൻ, അതായത് സെപ്പറേറ്റ് ചെയ്യുക, ഒരു ലെയറിനെ വേറെ ലെയറിന് സെപ്പറേറ്റ് ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ വെള്ളം കടന്നു പോകണം, എന്നാൽ മണ്ണ് കടന്നു പോകരുത്. നമ്മളൊരു ജിയോ ടെക്സ്റ്റൈലിന്റെ ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടെ വെള്ളം വരികയാണെങ്കിൽ മേ ബി ഇപ്പം ഇതാലോചിക്കൂ, ഇതിന്റെ ബാക്കിലൂടെ വെള്ളം സീപ്പേജ് പ്രഷർ കാരണം, പോർ പ്രഷർ കാരണം ഈ വെള്ളം ഇവിടെ നിന്ന് പോയിക്കോട്ടെ, പക്ഷെ മണ്ണൊലിച്ച് പോകാൻ പാടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ ജിയോ ടെക്സ്റ്റൈൽ യൂസ് ചെയ്യുക. കണ്ടോ ഈ സംഭവം. ഇനി ജിയോ ഗ്രിഡ് എന്ന് പറയുമ്പോൾ സോയിൽ നമ്മൾ എന്താ പറയുക, കോൺക്രീറ്റിൽ റീൻഫോഴ്സ്മെന്റ് കൊടുത്തില്ലേ, അതുപോലെ ചില സന്ദർഭത്തിൽ നമ്മൾ മണ്ണിൽ റീൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് പേയ്മെന്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് പണിയുടെ മുന്നേ ചിലപ്പോൾ ചില ആൾക്കാർ ഇത് കൊടുക്കാറുണ്ട്. എല്ലാവരും ചെയ്യുന്നല്ല പറയണേ കേട്ടാ, ചിലവർ ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ. ചിലപ്പോൾ ചില എന്താ പറയുക, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയൊക്കെ റോഡ് വർക്ക് ചെയ്യുമ്പോൾ അവർ ഭയങ്കര കേമമായിട്ട് ചെയ്യില്ലേ, അപ്പം അങ്ങനെയുള്ള വർക്കിലും ചെയ്യുന്ന മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പം ജിയോ ഗ്രിഡ് എന്നാണ് ഇതിന് പറയുക, ഗ്രിഡ് പോലെ കൊടുത്തിട്ട് സോയിൽ റീൻഫോഴ്സ്മെന്റ്. ഇനി ജിയോ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതെന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ഇതില്ലേ, നമ്മളെ എന്താ പറയുക, ഇങ്ങനത്തെ ഒക്കെ ഇത് കണ്ടോ, ഇതിൽ ഫസ്റ്റ് വൺ നോക്കി നോക്കൂ. നമ്മൾ വേണമെങ്കിൽ ഇവിടെ ഒരു പോണ്ട്, അങ്ങനെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ പോണ്ട് വല്ലതുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിർത്താനായിട്ട് ഇവിടെ സൈഡിൽ ഇറോഡ് ചെയ്ത് പോകാൻ പാടില്ല. ഇവിടുത്തെ മണ്ണ് ഇറ്റ് ഷുഡ് നോട്ട് കേവ് ഇൻ ഓർ ഇറ്റ് ഷുഡ് നോട്ട് ഇറോഡ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ലേ,
അതുപോലെ വേസ്റ്റ് ഒക്കെ ഇടാനായിട്ടുള്ള ലാൻഡ് ഫിൽസിലൊക്കെ നമ്മൾ ഇതുപോലെ ഇംപെർമിയബിൾ ബാരിയേഴ്സ് കൊടുക്കാറുണ്ട്. അതിനെയാണ് ജിയോ മെമ്പറൈൻ എന്ന് പറയാം. ഇനി അടുത്ത് ജിയോ നെറ്റ്. കണ്ട, ജിയോ നെറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നെറ്റ് പോലെ കൊടുക്കുന്നതാണ് ജിയോ നെറ്റ്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ ജിയോ നെറ്റ് പോലെ. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രെയിനേജ്, അതിലൂടെ വെള്ളം പോയിക്കോട്ടെ എന്ന് പറയുന്ന സംഭവമാണ് ജിയോ നെറ്റ് കേട്ടോ. ഇനി ജിയോ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം കൂടി ഫംഗ്ഷൻസ് കമ്പൈൻ ചെയ്യുന്ന ആളാണ് ജിയോ കോമ്പോസിറ്റ്. കണ്ടോ ഇവിടുത്തെ ഈ സംഭവങ്ങൾ, ജിയോ സെല്ല്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വേറെ ഫോട്ടോ വേണ്ട, ഇതുപോലെ കണ്ടോ ജിയോ ഗ്രിഡ്, ഇതൊക്കെ ജിയോ ഗ്രിഡ് ആണ്. ഇത് ജിയോ മെംബ്രെയിൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജിയോ സിന്തറ്റിക്സിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ജിയോ സിന്തറ്റിക്സ് ഉള്ള പ്രോഡക്റ്റ് നമ്മൾ സിവിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വ്യാപകമായി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഡ്രെയിനേജ്, സെപ്പറേഷൻ, പ്രൊട്ടക്ഷൻ, റെയിൻഫോഴ്സ്മെന്റ്, ഫിൽട്രേഷൻ, ഈ വക കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിയോ സിന്തറ്റിക് പോളിമേഴ്സ് യൂസ് ചെയ്യുക. അതിന്റെ ടൈപ്സ് പഠിക്കണം, അപ്ലിക്കേഷൻസ് പഠിക്കണം, അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. സംഭവം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അഡ്ഹസീവ് സീലൻസ് ആണ് അവർ സിലബസിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് കൺസ്ട്രക്ഷനിൽ നമ്മൾ അഡ്ഹസീവ്സ് യൂസ് ചെയ്യാറില്ലേ? ഇതുണ്ട്, നമ്മൾ പെയിന്റ് പണിക്കും അല്ലെങ്കിൽ പെയിന്റിലെല്ലാം ഇത് കണ്ടോ. അഡ്ഹസീവ്സ് എന്ന് പറയുമ്പോൾ ബോണ്ട്, സ്ട്രക്ചറൽ കമ്പോണൻസിനെ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഡ്ഹസീവ്സ്. സ്ട്രക്ചറൽ എപ്പോക്സി റെസിൻസ്, പോളിയൂറത്രൈൻ, അക്രിലിക് പെയിന്റ്, അതൊക്കെ കേട്ടിട്ട് പെയിന്റ് അല്ല. ഇപ്പൊ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ കോൺക്രീറ്റ് ജോയിന്റ്സിനെ, ഇവിടെ കണ്ടോ ജോയിന്റിനെ, ഇപ്പൊ ഈ ഇവിടെ ഒരു ജോയിന്റ് വരികയാണ്, ഇവിടെ ഒരു യൂണിറ്റ് ആണ്, ഒരു ചുമരായിരിക്കാം, മേ ബി ഇവിടെ ബേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അതിനെ ഇതാക്കാനായിട്ട് അഡ്ഹസീവ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സ്ട്രക്ചറൽ കമ്പോണൻസിനെ ബോണ്ട് ചെയ്യാൻ അഡ്ഹസീവ്സ് യൂസ് ചെയ്യുന്നു. എപ്പോക്സി സ്ട്രക്ചറൽ ബോണ്ടിങ്, പോളിയൂറത്രൈൻസ് പേരൊക്കെ പഠിച്ചു വെച്ചോളോ. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ജോയിന്റ്സിലും സ്റ്റീലും കോൺക്രീറ്റും നമ്മൾ ബോണ്ടിങ് കൊടുക്കാനൊക്കെയും ഇത് നല്ലതാണ്. കണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റീലിന്റെ സംഭവമല്ലേ ഉള്ളത്, അത് വോളിലേക്കാണ് അവർ ഇതാക്കണേ. അപ്പൊ കണ്ടോ ഇവിടെ കണ്ടോ നമ്മുടെ ഒരു ക്ലോസറ്റിന്റെ സംഭവത്തിന്റെ താഴത്തേക്ക് ഫ്ലോറിലേക്ക് അവർ അതിനെ അഡ്ഹസീവ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ളതാണ് അഡ്ഹസീവ്. അടുത്ത സീലന്റ്. സീലന്റ് ഇതുപോലത്തെ ഒരു സംഭവം തന്നെയാണ്. അത് ലീക്കേജ്, വാട്ടർ, കെമിക്കൽസിന്റെ ഒക്കെ ലീക്കേജ് നമ്മുടെ ബിൽഡിംഗ് യൂണിറ്റിലേക്ക്, മേസണറിയിലേക്ക്, അല്ലെങ്കിൽ വോള് അല്ലെങ്കിൽ ഫ്ലോറിലേക്കൊന്നും റൂഫിലേക്കൊന്നും ഇത് വരാൻ പാടില്ല. there should not be any leakage of water, air, chemicals into our ബിൽഡിംഗ് യൂണിറ്റ് അല്ലെ, അല്ലെങ്കിൽ റോഡാ. ബിൽഡിംഗ് യൂണിറ്റ് മാത്രമല്ല, വീടല്ല, റോഡോ എന്താണെങ്കിലും ഡാമോ എന്താണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ക്രാക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെ മിറ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോണിന്റെ, സീലന്റ്, പോളിസൾഫൈഡ്, ഇതൊക്കെ പേരൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ അത് എക്സ്പാൻഷൻ ജോയിന്റിലൊക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാറുണ്ട്. ദെൻ ഗ്ലാസിന്റെ ഗ്ലേസിങ് സിസ്റ്റത്തിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറ്, എവിടെയും യൂസ് ചെയ്യും, പേയ്മെന്റിലും വാട്ടർ പ്രൂഫിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ടോപ്പിക് വരുന്നത് സ്ട്രക്ചറൽ ഇലാസ്റ്റോമറിക് ബെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഫ്ലെക്സ്, ഇത് കണ്ടോ ഈ പിക്ചർ കണ്ടില്ലേ, കണ്ടോ, ഇത് നമ്മുടെ പാലം, ബ്രിഡ്ജിന്റെ ഡെക്ക്, അവിടെ എന്താണ്, ഇവിടെ അതിന്റെ ബ്രിഡ്ജിന്റെ പിയർ വരുന്നുണ്ട്, ഇവിടെ അതിന്റെ ഒരു ഡെക്ക് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഈ രണ്ട് ദിനം കൂടെ ഇവിടുന്ന് ലോഡ് വരുന്നു, അതല്ലേ, ഇതാണ് നമ്മുടെ ആ പാനൽ, അതിന്നുള്ള ലോഡ് ഇവിടേക്ക് വരുന്നു അവിടുന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ ലോഡ് ഇങ്ങോട്ട് വരണം. അപ്പൊ ഇത് വേറെ യൂണിറ്റും ഇത് വേറെ യൂണിറ്റുമാണ് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്രഷ്, മീൻസ് അത് ശരിയല്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണോ, ഒരു പ്ലെയിൻ ഇലാസ്റ്റോമറിക് ബെയറിംഗ്, മനസ്സിലായോ, അതൊരു അങ്ങനെ ഒരു സാധനം കൊടുക്കാറുണ്ട്. സോളിഡ് റബ്ബറിന്റെ ബ്ലോക്ക് ആവാം, പിന്നെ അല്ലെങ്കിൽ എന്താ ലാമിനേറ്റഡ് ഇലാസ്റ്റോമറിക് ബെയറിങ്സ് ആയിട്ടുള്ള റബ്ബറും സ്റ്റീലും ചേർത്തിട്ടുള്ള പ്ലേറ്റ് ആവാം. ഓക്കെ, ഹൈവേ ബ്രിഡ്ജസും ഫ്ലൈ ഓവറിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ലെഡ് റബ്ബർ, ലാമിനേറ്റഡ് റബ്ബർ ബെയറിംഗ് വിത്ത് ലെഡ് കോർ ഇൻസൈഡ്, നമ്മുടെ ആ ഒരു കോറ് പറഞ്ഞില്ലേ, അപ്പൊ അതേപോലെ. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു സഡൻ ആക്ഷൻസ്, എർത്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഈ സംഭവത്തിന് അത് ആ ഒരു വൈബ്രേഷൻ ക്യാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. റബ്ബർ എന്നൊക്കെ പറയുമ്പോൾ അതിലെന്താണ്, ഒരു ഇതല്ലേ, കുഷൻ, ഒരു ഇഫക്റ്റ് മാത്രമല്ല, അതിന് ആ നോയ്സ് കൺട്രോളും അതുപോലെ ആ ഒരു നമ്മുടെ വൈബ്രേഷൻ കൺട്രോളും ഒക്കെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണ് റബ്ബർ, സ്റ്റീൽ. ഇതൊക്കെ കോൺക്രീറ്റിൽ പെട്ടെന്ന് ലോഡ്, എന്തെങ്കിലും സഡൻ ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലായോ. അപ്പൊ ഈ എനർജി, അതിന്റെ അൺഡിസൈറബിൾ ആയിട്ടുള്ള എനർജി നമ്മുടെ ഇലാസ്റ്റോമർ ക്യാച്ചപ്പ് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ് സ്ട്രക്ചറൽ ഇലാസ്റ്റോമറിക് മെറ്റീരിയൽ. മനസ്സിലായോ? അപ്പൊ സ്ട്രക്ചറൽ ഇലാസ്റ്റോമറിക് ബെയറിംഗ് ഫ്ലെക്സിബിൾ ലോഡ്. അപ്പൊ എന്താണ് ഫ്ലെക്സിബിൾ ലോഡ് ട്രാൻസ്ഫർ ഡിവൈസ്? അതായത് ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ ലോഡ് നമ്മൾ ഇത് എടുത്തിട്ട് അതൊന്ന് ഡിഫ്ലക്റ്റ് ആവും, ലോഡ് പോയി കഴിഞ്ഞാൽ അത് റബ്ബർ തിരിച്ച് അതിന്റെ പൊസിഷനിലേക്ക് വന്നോളും കേട്ടോ. അപ്പൊ ജപ്പാനിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ ബേസ് ഐസൊലേഷൻ ടെക്നിക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ടെക്നിക്ക് ഉണ്ട് അവിടെ. അപ്പൊ അത് എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒന്ന് അങ്ങോട്ട് അതായത് ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ, താഴെ റബ്ബർ പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ
എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ റബ്ബർ അങ്ങോട്ട് ബിൽഡിങ്ങിനെ അങ്ങോട്ട് വളയ്ക്കും. എന്നിട്ട് എർത്ത് ക്വേക്ക് പോയി കഴിഞ്ഞാൽ റബ്ബർ തിരിച്ചവിടെ അങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്കൊക്കെയാണ് ബേസ് ഐസൊലേഷൻ ടെക്നിക്ക് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ സ്ട്രക്ചറൽ ഇലാസ്റ്റോമർ ബെയറിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ഡെക്ക് ഗർഡർ യൂണിറ്റ്സ് ബ്രിഡ്ജിലും പിയർ അബട്ട്മെന്റ്സിലും ഹൗസസിലൊക്കെ പറഞ്ഞ പോലെ സിസ്മിക് സോൺസിലൊക്കെ ഹൗസസിലൊക്കെ ഇവർ ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ടാവും, പക്ഷെ റൊട്ടേഷൻ അവിടെ എന്താ പറയുക അതിനൊരു എന്താ പറയുക അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അങ്ങനെ ആയതുകൊണ്ട് അതൊന്ന് കറങ്ങി അത് തിരിച്ചങ്ങോട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് വൈബ്രേഷനും സിസ്മിക് ഫോഴ്സിനെയൊക്കെ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്യുക? നാച്ചുറൽ റബ്ബറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പക്ഷെ അല്ലാതെ നിയോപ്രീൻ എന്ന് പറയുന്ന ഒരു സാധനം, സ്റ്റീൽ ലാമിനേറ്റ്സ്, ടെഫ്ലോൺ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അത്രേ. ഇനി ഇത് പഠിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ ഇലാസ്റ്റോമറിക്, പ്ലെയിന്, ലാമിനേറ്റഡ്, ലെഡിന്റെ റബ്ബർ ബെയറിങ്സ് ഒക്കെ ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമുക്ക് വേറെ ദിവസം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമുക്ക് ഇപ്പം തന്നെ ഈ മോഡ്യൂൾ അങ്ങോട്ട് തീർക്കാം. കുറച്ചുകൂടിയേ പറയാനുള്ളൂ. ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ഓക്കെ ആയവരെ മനസ്സിലായവരെ ഒരു ഓക്കെ പറഞ്ഞോളൂ. സോ ദാറ്റ് ആർദ്ര നന്ദന ഇല്ലാതെ വേറെ ആരും പറഞ്ഞു കാണുന്നില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു യെസ് പറഞ്ഞോളൂ. അപ്പം നമുക്ക് വേഗം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചർ ബാരിയർ എന്നുള്ളതാണ് സിലബസിൽ വരുന്ന അടുത്ത ടോപ്പിക്. മോയ്സ്ചർ ബാരിയർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സീലൻസ് അഡ്ഹസീവ്സ് ഒക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മുടെ സിലബസിലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ബാരിയേഴ്സ് ആയിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ എന്താ പറയുക ബേസ്മെൻറ്റ് തറയുടെ മുകളിൽ പറയുക ഫൗണ്ടേഷൻ്റെ മുകളിൽ നമ്മൾ മേസണറി ഇത് വയ്ക്കും. എന്താ പറയുക നമ്മുടെ പ്ലിന്ത് അല്ലേ, ബേസ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ചുമര് വരും. പക്ഷേ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് പറയും, ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺക്രീറ്റിൻ്റെ ലെയർ അടിച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ചുമര് വെക്കുക. മനസ്സിലായി? അത് എന്തിനാന്ന് വെച്ചാൽ പണ്ടൊക്കെ അങ്ങനെയല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു അടിയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കിനിവ് വരികയാണെങ്കിൽ അത് മുകളിലേക്ക് വരാൻ പാടില്ല. സോ ആസ് ടു പ്രിവെൻറ്റ് ദി എൻട്രി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് മോയ്സ്ചർ നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴെ ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ ബേസ്മെൻറ്റ് ഉണ്ടാവും. ആ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു കോൺക്രീറ്റ് ഒരു ലെയർ അടിച്ചിട്ടാണ്, അതിനെയാണ് DPC ലെയർ എന്ന് പറയാം. എന്നിട്ടാണ് അതിന് മുകളിൽ ബ്രിക്ക് വർക്കും കാര്യങ്ങളും ചെയ്യാം. അതൊരു എക്സാമ്പിളാണ് കേട്ടോ. ഈ ഡാം പ്രൂഫ്, അതാണ് ഈ സംഭവം ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. പ്ലിന്ത് ലെവൽ, അതായത് നമ്മുടെ ബേസ്മെൻറ്റ് ലെവലിൻ്റെ മുകളിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ബാരിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യു ആർ കോട്ടിങ് എ ലെയർ ഓഫ് കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് ഫെൽറ്റ് ആവും, ചിലപ്പോൾ ടാറായിരിക്കും അടിച്ചു കൊടുക്കുക. യൂഷ്വലി നമ്മൾ കോൺക്രീറ്റ് ആണ് ചെയ്യുക. അസ്ഫാൾട്ട്, പ്ലാസ്റ്റർ, അത് ചിലപ്പോൾ ഷീറ്റ്. ഇതുണ്ട്, ഇത് ഏതൊരു ഫോട്ടോയിൽ അത് ഞാൻ വെക്കാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ വെക്കുന്നവരുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഷീറ്റ് ഓഫ് ജസ്റ്റ് ലൈക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു ബിറ്റുമിനസിൻ്റെ ഒരു ഷീറ്റ് പോലെ ഒക്കെ, പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയൊക്കെ ഇപ്പം അങ്ങനത്തെ DPC കോഴ്സുകളുണ്ട്. മനസ്സിലായോ? പണ്ട് അങ്ങനെയായിരുന്നു, കോൺക്രീറ്റ് അടിക്കലായിരുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ താഴത്തു നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വെള്ളം മേളിലേക്ക് കോൺക്രീറ്റിലേക്ക് സ്പ്രെഡായി പോകാതിരിക്കാനാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെയാണ് നമ്മൾ മോയ്സ്ചർ ബാരിയേഴ്സ് ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഡാമിനസ് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, ഫംഗൽ ഗ്രോത്ത് അല്ലേ, നമ്മളെ പായലും പൂപ്പലും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ പോയി നമ്മുടെ കുളത്തിലുള്ള കോൺക്രീറ്റിലെ റീബാഴ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊറോഷനൊക്കെ സംഭവിക്കാം. പിന്നെ അതുപോലെ വീട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, തെർമൽ പെർഫോമൻസ് നല്ലതായിരിക്കില്ല, എപ്പോഴും ഒരു തണുപ്പൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഇറ്റ്സ് ബെറ്റർ ഇഫ് യു അപ്ലൈ ദി ഡാം പ്രൂഫ് കോഴ്സ്. മനസ്സിലായോ? അപ്പോൾ അതാണ് മോയ്സ്ചർ ബാരിയർ. മോയ്സ്ചർ ബാരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡാം പ്രൂഫ് കോഴ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. പിന്നെ ChatGPT നോക്കിയപ്പോൾ വേറെയും കുറേ മോയ്സ്ചർ ബാരിയേഴ്സ് കണ്ടു. വേപ്പർ ബാരിയേഴ്സ് ഉണ്ട് ഇത്രേ. അതായത് ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മഴക്കാലമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെയൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, വേപ്പർ ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞൂടെ? മനസ്സിലായോ? അപ്പോൾ അത് ലോ പെർമിബിലിറ്റി മെംബ്രെയിൻസ് ആണ്. പോളിത്തീൻ ഷീറ്റ്സ് ഒക്കെ അലുമിനിയം ഒക്കെ ഇട്ട് കൊടുത്താൽ മോയ്സ്ചർ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല, അവിടുന്ന് ഇങ്ങോട്ടും വരില്ല എന്നുള്ള രീതിയിൽ നമുക്കതിനെ മീൻസ് കർട്ടെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വേപ്പർ ബാരിയർ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മോയ്സ്ചർ ബാരിയർ? DPC, വേപ്പർ ബാരിയർ, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ദെൻ വാട്ടർ പ്രൂഫിങ് മെംബ്രെയിൻസ് എന്നുള്ള രീതിയിൽ. പിന്നെ ഇങ്ങനെ കണ്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വെള്ളം ഒഴിച്ചാലും നമ്മൾ ചിലപ്പോൾ ഈ ബ്രിക്കിൻ്റെ ഉള്ളിലേക്ക് ഇത് പോവില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ സീലൻസോ അല്ലെങ്കിൽ വാട്ടർ പ്രിവെൻഷൻ ആയിട്ടുള്ള എന്തോ അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ ആവാത്തത് കേട്ടോ. അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഇനി അടുത്തത് വരുന്നത്
ഇത് വേഗം കൊണ്ട് പറഞ്ഞ് നമുക്ക് തീർക്കാം. ഈ സെക്ഷനിൽ വരുന്നത് ഇപ്പം ഇത്ര കഴിഞ്ഞിട്ട് നമ്മുടെ കോമ്പോസിറ്റ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് വേഗം 2-3 സ്ലൈഡും കൂടിയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞത് കോമ്പോസിറ്റ്സ് ആണ്. ഇനിയുള്ളത് നോൺ സ്ട്രക്ചറൽ മെറ്റീരിയൽസിൽ ആണ് നമുക്ക് പറയാനുള്ളത്. നോൺ സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ ഇനി പറയാൻ പോകുന്ന മെറ്റീരിയൽസ് ലോഡ് എടുക്കാനുള്ള മെറ്റീരിയൽസ് ഒന്നുമല്ല. പക്ഷെ അവരെന്താണ് ഡ്യൂറബിലിറ്റി, അവർ ആ ഒരു ദി integration of these non-structural elements will improve the functionality of our building unit, durability, comfort, safety. ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ താഴെ ഫ്ലോറിങ് അല്ലെ, ഫ്ലോറിങ് മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് റൂഫിംഗ് മെറ്റീരിയൽ, ടൈലും അങ്ങനെയൊക്കെ ഇല്ലേ, ഫ്ലോർ ടൈല്, റൂഫ് ടൈല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇതിലെ തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വൺ. തെർമൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ, ഭയങ്കര ചൂട് കാലമാണെങ്കിൽ പുറത്തുനിന്നുള്ള ആ ഒരു ചൂട് നമ്മുടെ ഉള്ളിലേക്ക് തോന്നാൻ പാടില്ല. അതുപോലെ ഭയങ്കര തണുപ്പ് കാലമാണെങ്കിൽ പുറത്തുനിന്നുള്ള തണുപ്പ് ഭയങ്കരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനാണ് തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയുക കേട്ടോ. എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, വാട്ട് എവർ ബി ദി എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, ഇറ്റ് ഷുഡ് നോട്ട് എഫക്റ്റ് അവർ ഹൗസ് യൂണിറ്റ്സ്. അപ്പം അങ്ങനെയുള്ളൊരു ഡിസൈറുള്ള ആൾക്കാർ എന്തൊക്കെ മെറ്റീരിയൽ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബിൽഡിങ്ങിൽ ചുമരിലോ അല്ലെങ്കിൽ റൂഫിലോ ഫ്ലോറിലോ എവിടെയെങ്കിലും ആവട്ടെ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് കണ്ടോ, ഗ്ലാസ് വൂൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്ര ഇതാണ് ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നത് ഇതാണ് കേട്ടോ ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത്. ഇപ്പം തണുപ്പുള്ള സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചുമരിലും അല്ലെങ്കിൽ ഫ്ലോറിലും റൂഫിലും ഒക്കെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഈ സംഭവങ്ങളെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ എന്താണ് ഗ്ലാസ് വൂള്. ഇനി ഇത് റോക്ക് വൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ തന്നെ പേപ്പറും കൂടിയൊക്കെ ചേർത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പം അതാണ് റോക്ക് വൂൾ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ആർദ്ര ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഫിനിഷ് ചെയ്യാം. ഇത് ഓക്കെ അല്ലേ? ഈ ഫോട്ടോസൊക്കെ കണ്ടില്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റിൽ നമ്മുടെ ക്ലാസ് ഫിനിഷ് ആവും. ആരെങ്കിലും? ദയാ ഇത് കണ്ടുവോ? മിസ് കാണുന്നുണ്ട്. ഓക്കെ ശരി ശരി കണ്ട. അപ്പൊ തെർമൽ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ടു അവർ എൻവിറോൺമെന്റ് ഷുഡ് ബി മിനിമം സോ ദാറ്റ് എനർജി എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ് അല്ലേ. എനർജി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഗ്ലാസ് വൂൾ, റോക്ക് വൂൾ ഇതൊക്കെ പഠിക്കുക. പറ്റാവുന്നത് പഠിക്കുക, എല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്ലിക്കേഷൻസ് നമ്മൾ റൂഫ്സിലും ടെറസിലും വാൾസിലും ഒക്കെ, അതുപോലെ നമ്മുടെ ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ യൂണിറ്റ്സിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നോക്കാം. അപ്പം അത് കണ്ടോ, ഇതിൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ വെർമുക്കുലേറ്റ് ഷീറ്റ്സ്, പെർലൈറ്റ് ഷീറ്റ്സ്, അങ്ങനെ അത് ഫോട്ടോ നോക്കിയാൽ മതി കേട്ടോ. സിന്തറ്റിക് ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ കാണിച്ചില്ലേ, ഇതൊക്കെ സിന്തറ്റിക് ആണ്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇത്രേ. ഗ്ലാസ് വൂള്, റോക്ക് വൂള്, സെല്ലുലാർ ഗ്ലാസ്, ഇതൊക്കെയാണ്. അഡ്വാൻസ്ഡ് ആയിട്ട് തെർമൽ ഇൻസുലേഷൻ, വാക്വം പാനൽസ്, എയറോജൽ എക്സെട്ര ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോർക്ക്, അതുപോലെ കോർക്ക്, വുഡ് ഫൈബർ, ഇതൊക്കെയും ഇതാണ് കേട്ടോ. വുഡ് ഫൈബർ, സെല്ലുലോസ്, കോക്കനട്ട് ഫൈബേഴ്സ് ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബിൽഡിങ്ങിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് തെർമൽ ഇൻസുലേഷൻ ബാലൻസ് ആക്കാൻ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് തെർമൽ ഇൻസുലേഷൻ കഴിഞ്ഞാൽ അക്കൗസ്റ്റിക് അബ്സോർപ്ഷൻ മെറ്റീരിയൽ. അക്കൗസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? The acoustic absorption materials are the materials used in building to absorb sound energy, thereby reducing noise, echo and reverberation and improving acoustic comfort. അല്ലേ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ട് എവർ ദ പ്ലേസ് യു ആർ ഓക്യുപ്പൈഡ്, ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ദ disturbance of noise, echo, reverberation, etc. Our acoustic comfort should be well. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഏതൊക്കെയാണ് നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ അല്ലേ, തിയേറ്ററിൻ്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളില്ലേ, ഇതിനെ ഫോം എന്നാണ് പറയുക കേട്ടോ. സൗണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ, തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ സൗണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഗ്ലാസ് വൂള്, റോക്ക് വൂള്, അതുപോലെ ഈ ഫോം, ഇതാണ് ആ ഫോം എന്ന് പറയുന്നത്. ഫാബ്രിക് പാനൽസ്, ഇങ്ങനെയുള്ള മരത്തിൻ്റെ ഇത് വരുമ്പോൾ അത് കുറച്ചും കൂടി സൗണ്ടിനെ അത് ക്യാച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്, വുഡ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇത് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്, നോയ്സ് ലെവൽസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, റിവർബ്രേഷൻ ടൈം, അതുപോലെ സ്പീച്ചിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഓക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, ഫങ്ഷണൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അക്കൗസ്റ്റിക് കംഫർട്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് തന്നെ വേണം ഡിസൈൻ ചെയ്യാൻ. പ്രത്യേകിച്ചും അങ്ങനത്തെ സ്ഥലത്ത്, ഓഡിറ്റോറിയം, അതുപോലെ സിനിമ തിയേറ്റർ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതലും ഇതിന് വരിക. ഓക്കെ, അതുപോലെ മ്യൂസിക് ഹാൾസ് അല്ലേ, ഡാൻസിങ് ഹാൾസ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ.
അതായത് സൗണ്ട് വേവ്സ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? സൗണ്ട് വേവ് എൻ്റർ ദി പോറസ് ഓർ ഫൈബ്രസ് സ്ട്രക്ചർ വേർ സൗണ്ട് ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് ഡ്യൂ ടു. അതായത് ഈ ഒരു പോറസ് സ്ട്രക്ചറിലൂടെ നമ്മുടെ സൗണ്ട് വേവ് കടന്നു പോകുമ്പോൾ റോക്ക് വൂളോ വുഡോ എന്തോ ആവട്ടെ, അപ്പോൾ അത് കൂടെ ഈ സൗണ്ട് എനർജീനെ അത് ആ വസ്തുവിൻ്റെ അതിൽ ആ സൗണ്ട് എനർജി മീൻസ് ഉറങ്ങിയിട്ട് എന്തായിട്ട് മാറും? അത് ഇതായിട്ട് മാറും. അങ്ങനെയാണ് സൗണ്ട് കുറയ്ക്കുന്നത്, സൗണ്ടിനെ അത് ക്യാച്ച് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് അക്കൗസ്റ്റിക് മറ്റ് പോറസ് എക്സാമ്പിൾ ആയിട്ട് ഇതാണ് പറയുന്നത്. ഓപ്പൺ സെൽ സ്ട്രക്ചർ, വൂള്, ഗ്ലാസ് വൂള്, അക്കൗസ്റ്റിക് ഫോം, ഫോട്ടോഗ്രാഫും കൂടി ഒന്ന് നോക്കിയോളൂ, എല്ലാത്തിനും വെക്കാൻ പറ്റിയിട്ടില്ല. ഫൈബ്രസ് മെറ്റീരിയലിൽ തന്നെയാണ് ഇത് വരുന്നത്. റോക്ക് വൂള്, ഫെൽറ്റ് എന്ന് പറയുന്നത്, അതൊക്കെ ഒന്ന് പിക്ചർ നോക്കുക. പെർഫുറേറ്റഡ് പാനൽ അബ്സോർബേഴ്സിൻ്റെ അങ്ങനെയൊക്കെ പല കാറ്റഗറി ആയിട്ട് നമ്മളിത് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ എഫിഷ്യൻസി, ഗ്ലാസ് വൂൾ ആണെങ്കിൽ ഭയങ്കര ക്ലാസ് ആണ് കേട്ടോ. ഗ്ലാസ് വൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, റോക്ക് വൂൾ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇത് വുഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ജിപ്സം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ജിപ്സം പാനൽസ് ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് എഗെയിൻ അത് സൗണ്ടിനെ ക്യാച്ച് ചെയ്യാം, പക്ഷേ മോഡറേറ്റ് ആണ്. ക്ലാസ് റൂംസിലൊക്കെ നമുക്ക് ജിപ്സം യൂസ് ചെയ്യാം, സോ ദാറ്റ് ഒരു ക്ലാസ്സിൽ നിന്നുള്ള സൗണ്ട് വേറെ ക്ലാസ്സിലേക്ക് പോവില്ല. മനസ്സിലായോ? ഈ സ്റ്റുഡിയോസിലും ഇതിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഫോം, ഓഡിറ്റോറിയത്തിൽ നമ്മൾ റോക്ക് വൂൾ തന്നെ യൂസ് ചെയ്യണം. കാരണം ഓഡിറ്റോറിയത്തിൽ എന്താണ്, അത്രയും സൗണ്ട് എല്ലാവർക്കും കേൾക്കും വേണം ക്ലാരിറ്റിയോടെ, എന്നാൽ പുറത്തേക്ക് പോകാനും പാടില്ല. മനസ്സിലായോ? സൗണ്ടിൻ്റെ അപ്ലിക്കേഷൻസ് കണ്ടോ? ഇതിലൊക്കെയാണ് ക്ലാസ് റൂംസിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലും ഹോസ്പിറ്റൽസിലും ഇവിടെയൊക്കെയാണ് ഇതുവരെ അഡ്വാൻറ്റേജസ്. അപ്പം ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് നമ്മൾ സ്പീച്ച് നമ്മൾ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു കോൺവെർസേഷൻ ക്ലാരിറ്റി ഒന്നും പോകാൻ പാടില്ല, അല്ലേ? നോയ്സ് പൊല്യൂഷൻ ഇത് യൂസ് ചെയ്യുന്നതോടെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, സൗണ്ട് പുറത്തേക്ക് അധികം പോകുന്നില്ല, സ്പീച്ച് ഇൻ്റലിജിബിലിറ്റി കൊണ്ടുവരാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, എസ്തെറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടൺ വൂളും റോക്ക് വൂളും വരുന്നത്. ഗ്ലാസ് വൂള്, കോട്ടൺ അല്ല, ഗ്ലാസ് വൂള് കേട്ടോ. ലാസ്റ്റ് ടോപ്പിക് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തത്. റീസൈക്കിൾഡ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഡിമോളിഷൻ വേസ്റ്റ് വരും. അതിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ബ്രിക്കോ കോൺക്രീറ്റോ സ്റ്റീലോ വാട്ട് ആർ ദി റീസൈക്കിൾ, വാട്ട് കുഡ് ബി റീസൈക്കിൾഡ് from the demolition of your building unit if you are again reusing it for the construction. അപ്പോൾ നമ്മൾ എന്ത് പറയും? യു ഹാവ് റീസൈക്കിൾഡ് ദി മെറ്റീരിയൽ, അത്രേ ഉള്ളൂ കേട്ടോ. മെറ്റീരിയൽസ് ഒബ്റ്റെയിൻഡ് ഫ്രം വേസ്റ്റ്, നമ്മൾ ആ യൂസ് ചെയ്തതിനെ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ റീസൈക്കിൾഡ് അഗ്രേറ്റ്സ് ഉണ്ട്, റീസൈക്കിൾഡ് ബ്രിക്സ്, റീസൈക്കിൾഡ് സ്റ്റീലൊക്കെ നമ്മൾ അതുവരെ നമുക്ക് യൂസ് ചെയ്യാം വലിയ കുഴപ്പമില്ലാതെ കേട്ടോ. അതുപോലെ നമ്മൾ കോള് കത്തിച്ചു കഴിഞ്ഞാൽ, കോൾ എങ്ങനെ ഉണ്ടാവുന്നത്? കോളെന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റേഷൻ കണ്ടോ, ഈ പ്രകൃതിയിലുള്ള ചെടികളൊക്കെ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ലിഗ്നൈറ്റ് ആയിട്ട് മാറും. പിന്നെ അത് കട്ടി പിടിച്ചിട്ടാണ് ഹീറ്റും പ്രഷറും വന്നിട്ട് ഓവർ ദി ലാപ്സ് ഓഫ് ടൈം കോള് എന്ന് പറയുന്ന കറുത്ത ഒരു ഇത് കണ്ടോ, ഇതാണ് കോള്. ആ കോള് നമ്മൾ എനർജി ഇതിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? കോള് പല കാര്യത്തിനും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കോള് കത്തിക്കുമ്പോൾ ബാക്കി വരുന്ന റെസിഡ്യൂവിനെയാണ് ആഷ് എന്ന് പറയുക. മനസ്സിലായോ? കോള് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി വരെ ജനറേറ്റ് ചെയ്യും, അല്ലേ? കോള് പല പർപ്പസിന് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ബോട്ടം ആഷും ഫ്ലൈ ആഷും ആയിട്ട് റെസിഡ്യൂസ് വരുന്നുണ്ട്. ആ റെസിഡ്യൂ നമുക്ക് എന്തിൽ യൂസ് ചെയ്യാം? പേയ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷനിൽ എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് അത്? മനസ്സിലായോ? അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാനിപ്പോൾ പോയിന്റ് വെച്ചിട്ടുള്ളൂ, നിങ്ങളത് മനസ്സിലാക്കി വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ എഴുതണം കേട്ടോ. ഫ്ലൈ ആഷിൻ്റെ ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നോക്കാം, അപ്പോൾ ആവശ്യമുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ബ്രിക്ക്, പ്ലാസ്റ്റിക് വേസ്റ്റ് എത്ര കുപ്പി ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ വെറുതെ പോകുന്നു, അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ബിൽഡിംഗ് യൂണിറ്റ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വോൾസിലോ അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ നമ്മൾ പല വർക്കിലും മീൻസ് വലിയ ബിൽഡിങ്സിൽ പറയില്ല, ടെമ്പററി സ്ട്രക്ചേഴ്സിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് ടു ഗെറ്റ് ദി ഇന്നോവേറ്റീവ് ഐഡിയാസ് ഹൗ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദി വേസ്റ്റ് പ്ലാസ്റ്റിക് ഇൻ ടു കൺവെൻഷണൽ യൂസബിൾ പ്രൊഡക്റ്റ്. ബ്രിക്കായിട്ടൊക്കെ, ബ്രിക്കിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം, മീൻസ് ആ രീതിയിലാക്കണം എന്ന് മാത്രം. അതുപോലെ നമ്മുടെ ടയറിൻ്റെ ഒക്കെ വേസ്റ്റ് ടയേഴ്സ് റബ്ബർ വീണ്ടും അങ്ങനെ റീസൈക്കിളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ റോഡിലൊക്കെയാണ് കൂടുതൽ ഇത് വരിക. അതുപോലെ ഫ്ലോറിംഗ് ടൈലും ബ്ലോക്സിലൊക്കെ, ബ്ലോക്സ് മീൻസ് കട്ടകളിൽ ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് കഴിഞ്ഞു, ഇതും കൂടി കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു. ഇത്ര തന്നെ ഉള്ളൂ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആണ്. വാട്ടർ പ്രൂഫിംഗ് നമ്മൾ ഓൾറെഡി DPCയുടെ കാര്യം പറഞ്ഞു, ഡാം പ്രൂഫ് ലെയർ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഇവിടെ എന്താണ്, വാട്ടർ പ്രിവെൻറ്റ് ചെയ്യാൻ, വാട്ടർ ഇൻഗ്രസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി ഇൻഗ്രസ് ഓഫ് വാട്ടർ ഇൻ ടു എ ബിൽഡിംഗ് യൂണിറ്റ് ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളും നോട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ ബിറ്റുമിനസ് കോട്ടിങ് അവർ ചെയ്യുന്നുണ്ടോ?
അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിലേക്ക് വരില്ല. ഇതൊരു ഇത് എന്താണ് നമ്മുടെ കോൺക്രീറ്റ് റോഡാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ, കോളേജിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ കാണുന്നില്ലേ കോൺക്രീറ്റ് റോഡ് കാണില്ലേ? അപ്പം അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ ഒരു വെള്ളം ഇൻഗ്രസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഫ് യു ആർ അപ്ലൈയിങ് ദ ബിറ്റുമിനസ് കോട്ടിങ്, അപ്പോൾ അതെന്താണ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അവരുടെ സിലബസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഇതുണ്ട്. സിമെൻറ്റേഷ്യസ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് ഉണ്ട്, ബിറ്റുമിനസ് കോട്ടിംഗ് ഉണ്ട്, ക്രിസ്റ്റലൈൻ വാട്ടർ പ്രൂഫിംഗ്. ഇഫ് യു ആർ അപ്ലൈയിങ് എ ക്രിസ്റ്റൽ, ഒരു ക്രിസ്റ്റൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്തിട്ട് ഇവിടെ ഇംപെർമിയബിൾ ആക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രിസ്റ്റലൈൻ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് എന്ന് പറയുക. യൂഷ്വലി റൂഫിലും നമ്മുടെ വീട്ടിലെ റൂഫിലും ടെറസിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ബേസ്മെൻറ്റിൽ യൂസ് ചെയ്യാം അല്ലേ? ബേസ്മെൻറ്റിൽ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഗ്രൗണ്ട് വാട്ടർ റഷ്യൻ ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ബാത്റൂമിലൊക്കെ നമ്മളത് യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതാണ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്. അടുത്തത് നോൺ വെതറിങ് മെറ്റീരിയൽസ്. അതായത് ഇത് നമുക്ക് പിന്നെ പറയാം, അത് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ തരാം. അപ്പോൾ അത് വെതർ ചെയ്ത് പോവാത്ത മെറ്റീരിയൽ ആയിരിക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ലാസ്റ്റ് ആണ്, ഇത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്, ഫ്ലോറിംഗ് മെറ്റീരിയൽ. ഇതൊക്കെയാണ് കഴിഞ്ഞു കേട്ടോ. ഇത് ലാസ്റ്റ് സ്ലൈഡാണ്. ഫ്ലോറിംഗ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ ഫ്ലോറിംഗ് മെറ്റീരിയലാണ് യൂസ് ചെയ്യാറ്? സെറാമിക് ടൈലിൻ്റെ, വിട്രിഫൈഡ് ടൈൽ, പോർസിലിൻ ടൈൽസ് അല്ലേ? ടൈലിൻ്റെ രീതിയിൽ മാർബിള്, നാച്ചുറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മാർബിൾ, ഗ്രാൻഡ് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, സ്ലേറ്റ് ഒക്കെ നമ്മൾ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഏതൊക്കെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫ്ലോർ ഫിനിഷ് ചെയ്യുക? വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ദി ഫ്ലോർ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിലൊക്കെ കോൺക്രീറ്റ് സർഫസ് ആണെങ്കിലും അല്ലെങ്കിൽ വുഡ് സർഫസ് ഒക്കെ ആണെങ്കിലും നമ്മൾ അതിനെ ഫിനിഷ് ചെയ്യാൻ പല രീതിയിലും, അല്ലെങ്കിൽ കോൺക്രീറ്റ് സർഫസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ടൈൽ, അതിൻ്റെ മുകളിൽ ടൈൽ അല്ലേ? നമ്മുടെ വീട്ടിൽ കോൺക്രീറ്റ് സർഫസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ യൂഷ്വലി കോൺക്രീറ്റ് സർഫസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മാർബിളിൻ്റെ സ്റ്റോൺ ക്ലൈഡ് ചെയ്യാറുണ്ട്, ഗ്രാനൈറ്റ്, ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, സ്ലേറ്റ്. ഇനി ടൈലിൻ്റെ ആണെങ്കിൽ സെറാമിക് ടൈൽ, വിട്രിഫൈഡ് ടൈൽസ്. അങ്ങനെ വുഡിൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിൽ കണ്ടോ, സോളിഡ് വുഡ് കണ്ടോ ഇവിടെ, എഞ്ചിനീയർഡ് വുഡ്, ലാമിനേറ്റഡ് ആയിട്ടുള്ള വുഡ്, മൊസൈക്ക് ആണെങ്കിൽ സിമെൻറ്റ് മൊസൈക്ക്, ഗ്ലാസ് മൊസൈക്ക്, അങ്ങനെ പല രീതിയിൽ. ദെൻ ഇതും ഒരു ഇതാണ്, ടെറാസോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ബ്രിക്ക് വെച്ചിട്ട് ചിലവർ ഫ്ലോർ ഫിനിഷ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മെറ്റൽസ് ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഫ്ലോർ ഫിനിഷ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയാണ് വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണ് നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അതുപോലെ ഇപ്പോൾ ഏത് ലോഡൊക്കെ കൂടുതൽ വരുന്ന ഫ്ലോർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈല് വേണം യൂസ് ചെയ്യാൻ. പൊട്ടിപ്പോകുന്ന പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഏത് ടൈല് വേണം, ഏത് ഫ്ലോർ ഫിനിഷ് വേണം എന്നുള്ളത് നിശ്ചയിക്കാൻ. മനസ്സിലായോ? സോ what is your application that will be governing the selection of your floor finish? മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വൺ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതിൽ വരുന്നത് സർഫസ് പ്രിപ്പറേഷൻ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മൾ സർഫസിനെ പ്രിപ്പയർ ചെയ്യാൻ, നമ്മൾ ചുമര് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചോ, പെയിന്റ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് ആ സർഫസിനെ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാറ്? ഫസ്റ്റ് വേറെ പോയി പെയിന്റ് അടിക്കില്ലല്ലോ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രൈമർ കൊടുക്കണം അല്ലേ? അപ്പം അതാണ് പ്രൈമർ. അതാണ് ഒരു ഫസ്റ്റ് സർഫസ് പ്രിപ്പറേഷൻ മെറ്റീരിയൽ, പ്രൈമർ, സീലർ. അതുപോലെ പുട്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പുട്ടി എന്ന് പറയുന്നത് വൈറ്റ് സിമെന്റ് ബേസ്ഡ് ഫൈൻ പൗഡർ ആണ്. അതായത് കണ്ടോ, പെയിന്റ് അടിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് വാൾ പുട്ടി ഈസ് എ വൈറ്റ് സിമെന്റ് ബേസ്ഡ് മിക്സ്ചർ, പെയിന്റ് എലോൺ ഈസ് ഇനഫ് എന്നുള്ളതൊരു മിത്താണെന്നാണ് പറയുന്നത്. പുട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാളിന് ഒരിക്കലും എന്തുണ്ടാവില്ല, അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള മീൻസ് അത് വരില്ല, ഡിറ്റീരിയറേഷൻ ഓഫ് ദി വാൾസ്. അതായത് മഴ വന്നാലും കാറ്റ് വന്നാലും ഒന്നും അത് കേടുപാട് വരില്ല. പക്ഷെ ഈ പുട്ടി കൂടി അപ്ലൈ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു സംഭവമാണ് ഈ പുട്ടി എന്ന് പറയുന്ന ഒരു സർഫസ് പ്രിപ്പറേഷൻ മെറ്റീരിയലാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പെയിൻറ്റിങ്ങിന് മുന്നേ പ്രൈമർ അടിക്കണം, പുട്ടി അടിക്കണം, സീലർ, അതിൻ്റെ ശേഷം സീലറൊക്കെ ചെയ്താലാണ്. അല്ലെങ്കിൽ സീലർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും, വീണ്ടും അതിലേക്ക് വാട്ടറിൻ്റെ ഇൻഗ്രസ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സർഫസ് പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ ഇതിൽ വാൾ പുട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3 വരുന്ന കണ്ടൻസ്. ഇതോടെ നമ്മുടെ മൊഡ്യൂൾ 3 ഈസ് ഫിനിഷ്ഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോൺ വെതറിങ് മെറ്റീരിയൽസ് ഇവിടെ, പിന്നെ ഇവിടെ എന്തോ ഞാൻ മാനുഫാക്ചർ ഓഫ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടിയും എഴുതി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. താങ്ക് യു.